Hello all, welcome to iPTS'24 Polity-1 discussion. So, what you have to take away from this discussion is not actually the answer key itself, rather you have to understand how we are using the knowledge in order to arrive at the right answers. Okay, if you want to increase your content, it is better to go and read your books, but in the discussion you will have to focus on how to use your knowledge and intelligent guess to arrive at the right answers. So let's start with the first question. The first question says, consider the following statement. Representation of People's Act provided that the term of office of members of the Rajya Sabha shall be 6 years. One thing that you have to understand is that regarding Rajya Sabha, the term of office, etc., will be decided by the Parliament. It is what the Constitution says. On the basis of it, the Parliament has enacted a legislation, that is this Representation of People's Act. So this statement is correct. ഓക്കെ, അപ്പം രാജ്യസഭയുടെ ടേം കൃത്യമായി പറയുന്നത് ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലാണ്. ഇനി പറയുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡസ് നോട്ട് സ്പെസിഫൈ ദി ടെന്യൂർ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ദി പാർലമെൻറ്റിനെ വിട്ടേക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതും. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിനെ വിട്ടിട്ടുണ്ട്, പാർലമെൻറ്റാണ് ഈ ലെജിസ്ലേഷൻ ഉണ്ടാക്കിയത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് കറക്റ്റ്, ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 is the correct explanation of statement 1. So answer here is option A. Moving on to the next question. Which among the following Supreme Court judgments has established the superiority of fundamental rights over directive principles of state policy? Directive principles of state policy അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ടുള്ള ഡിബേറ്റ്, അതിനൊരു ഇവല്യൂഷൻ ഉണ്ട്. ആ ഇവല്യൂഷൻ്റെ കേസ് നിങ്ങൾ കൃത്യമായി പഠിക്കണം. ഇവല്യൂഷൻ്റെ കേസിൽ പ്രധാനമായിട്ടും ഈ ഒരു ഗോലക്നാഥ് ജഡ്ജ്മെൻറ്റിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സുപ്പീരിയർ ടു ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളൊരു സ്റ്റാൻഡ് സുപ്രീം കോർട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗോലക്നാഥ് എന്ന് പറയുന്ന ഈ ഒരു ജഡ്ജ്മെൻറ്റിലാണ് ആ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. ഗ്രാജുവലി സുപ്രീം കോർട്ട് DPSP വേഴ്സസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ അതിലൊരു ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നൊരു ഡോക്ട്രിൻ പറയുകയും സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദി DPSP ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ക്ലാഷ് വന്നു കഴിഞ്ഞാൽ അതൊരു ഹാർമോണിയസ് കൺസ്ട്രക്ഷനാണ് വേണ്ടത് എന്നുള്ള സ്റ്റാൻഡാണ് ലേറ്റർ ഓൺ ജഡ്ജ്മെൻറ്റ്സിൽ എടുത്തിട്ടുള്ളത്, ഇൻക്ലൂഡിങ് മിനർവ മിൽസ് കേസ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സുപ്പീരിയോറിറ്റി പറയുന്നത് ഏതിലാണ് എന്നാണ് ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് പറയാം ഗോലക്നാഥ് കേസാണെന്ന് പറയാം. ഒരു കാര്യം എനിക്കിവിടെ നിങ്ങളോട് സ്ട്രെസ് ചെയ്യാനുള്ളത്, ഈ DPSP വേഴ്സസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുപോലെ തന്നെ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ്റെ എവല്യൂഷൻ, കേശവാനന്ദ ഭാരതി കേസ്, ഇതൊക്കെ അത് നമ്മൾ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്താണ് ആ ഒരു കേസിൻ്റെ ക്രക്സ് എന്നുള്ളത് പഠിക്കാനുള്ള എഫേർട്ട് എടുക്കണം. അതിൻ്റെ സമ്മറീസൊക്കെ അവൈലബിൾ ആണ്, സമ്മറീസ് നോക്കണം, അല്ലെങ്കിൽ ക്ലാസ് നോട്ട്സിലുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യണം. കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യരുത്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. ഇനി മൂവിങ് ഓൺ ടു ദി തേർഡ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വെൻ ദി ലോക്സഭ ഈസ് prorogued, എനി പെൻഡിങ് ബിൽ ഓട്ടോമാറ്റിക്കലി ലാപ്സസ്. നമുക്കറിയാം പ്രൊറോഗേഷൻ എന്ന് പറയുമ്പോൾ അത് ഡിസൊല്യൂഷൻ പോലെയല്ല. പ്രൊറോഗേഷൻ എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ പോലെയല്ല. അതുകൊണ്ട് തന്നെ പ്രൊറോഗേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഇറ്റ് ഡസൻ റിസൾട്ട് ഇൻ ദി ലാപ്സിങ് ഓഫ് ദ ബിൽസ്. ലോക്സഭയിലുള്ള ബിൽസ് ലാപ്സ് ആവുന്ന ഒരു സാഹചര്യം പ്രൊറോഗേഷനിലോ അഡ്ജോൺമെൻറ്റിലോ ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, എ ബിൽ പാസ്ഡ് ബൈ ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ ബട്ട് പെൻഡിങ് ദി അസെൻറ്റ് ഓഫ് ദി പ്രസിഡന്റ് ലാപ്സസ് ഓൺ ദി ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ. ലോക്സഭ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റിൻ്റെ അസെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രണ്ട് ഹൗസസും പാസ്സാക്കിയ ബില്ല് ലാപ്സ് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. എ ബിൽ പാസ്ഡ് ബൈ ലോക്സഭ ബട്ട് പെൻഡിങ് ഇൻ ദ രാജ്യസഭ ലാപ്സസ് ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ. എ ബിൽ പാസ്ഡ് ബൈ ലോക്സഭ പാസ്സാക്കിയ ഒരു ബില്ല് രാജ്യസഭയിൽ അത് പെൻഡിങ് ആയിട്ടുണ്ട്, പക്ഷേ ലോക്സഭ ഡിസോൾവ് ആയി. അങ്ങനെയാണെങ്കിൽ ആ ബില്ല് എന്ത് ചെയ്യും, ലാപ്സ് ചെയ്യും. സോ സ്റ്റേറ്റ്മെൻറ്റ് 3 ഈസ് കറക്റ്റ്. ദ ആൻസർ ഹിയർ ഇസ് ഓൺലി 1.
ഒരു കാര്യം ഇവിടെ നമുക്കൊരു സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്യാം. എപ്പോഴും ഈ ഒരു ബില്ല് ലോക്സഭയിൽ പെൻഡിങ് ആയിട്ടുള്ള ബില്ല്, അതല്ലെങ്കിൽ ആ ലോക്സഭ പാസ്സാക്കി ഒരു ഫൈനൽ പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് എത്താത്ത ബിൽസ് ഒക്കെയും ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ വരുമ്പോൾ ലാപ്സ് ആയി പോവും. അതിൻ്റെ പല പല ഇൻസ്റ്റൻസസ് നമുക്ക് ഉണ്ട്, അത് ബുക്കിൽ വായിക്കാം. ഫോർ എക്സാമ്പിൾ, എ ബിൽ പാസ് ബൈ ലോക്സഭ ദാറ്റ് ഇസ് പെൻഡിങ് ബിഫോർ രാജ്യസഭ ലാപ്സ് ആയി പോവും. അതുപോലെ തന്നെ ബിൽസ് പെൻഡിങ് ഇൻ ലോക്സഭ, നോട്ടീസസ്, ബിൽസ്, ഇതെല്ലാം ലാപ്സ് ആയി പോവും. അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബിൽ പെൻഡിങ് ഇൻ രാജ്യസഭ പക്ഷേ ബട്ട് നോട്ട് പാസ്ഡ് ബൈ ലോക്സഭ, ലോക്സഭയുമായി ഒരു ബന്ധമില്ലാത്ത ബിൽസ് ഒന്നും ലാപ്സ് ആവേണ്ട കാര്യമില്ല. സോ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വൺസ് അത് പ്രസിഡന്റിൻ്റെ അടുത്ത് എത്തുകയോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്ത ബിൽസ് ഒന്നും ലാപ്സ് ആവില്ല. ഓക്കെ, സോ അതെന്ത് ചെയ്യുക, യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് മാറ്റേഴ്സ്: ഇൻട്രൊഡക്ഷൻ ഓഫ് ഓർഡിനറി ബിൽ, ഇൻട്രൊഡക്ഷൻ ഓഫ് മണി ബിൽ, എക്സെട്ര. In how many of the above matters the powers and status of the state legislative council are broadly equal to that of the state legislative assembly? നമുക്കറിയാം, ലോക്സഭ ആൻഡ് രാജ്യസഭ ഇവർക്ക് ഈക്വൽ പവേഴ്സ് അല്ല ഉള്ളത്, അല്ലേ? ഇവർക്കൊരു ഈക്വൽ പവേഴ്സ് അല്ല ഉള്ളത്, ഇവർക്കൊരു അൺഈക്വൽ പവേഴ്സ് ആണ് ഉള്ളത് എന്ന് നമുക്കറിയാം. സിമിലർ ഈസ് എ കേസ് വിത്ത് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആൻഡ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇനി ഇവിടെ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഓർഡിനറി ബിൽ. ഇൻട്രൊഡക്ഷൻ ഓഫ് ഓർഡിനറി ബില്ലിൽ അസംബ്ലിക്കും കൗൺസിലിനും ഒരേ പവേഴ്സ് ആണുള്ളത്. ഇൻട്രൊഡക്ഷൻ ഓഫ് മണി ബില്ലിൽ അല്ല, ഒരേ പവേഴ്സ് അല്ല ഉള്ളത്. മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അസംബ്ലിയിലാണ്, കൗൺസിലിൽ അത് ചെയ്യാൻ കഴിയില്ല. ഡിസ്കസിങ് ദ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ വോട്ടിങ്ങിൻ്റെ ഇഷ്യൂ മാത്രമേ വരുന്നുള്ളൂ. വോട്ടിംഗ് ഫോർ ഡിമാൻഡ് ഓഫ് ഗ്രാൻസ് അതില്ല, that is given to the legislative assembly. ഇനി നോ കോൺഫിഡൻസ് മോഷൻ എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ലോക്സഭ, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് പാർലമെന്റ്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ലോക്സഭ. ഇൻ കേസ് ഓഫ് സ്റ്റേറ്റ്സ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ദി അസംബ്ലീസ് ആൻഡ് നോട്ട് ദി കൗൺസിൽ. ഇനി അടുത്തത് എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ട്രൽ കോളേജിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പേഴ്സോ നോമിനേറ്റഡ് മെമ്പേഴ്സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ദി ആൻസർ ഹിയർ ഇസ് ബോക്സ്. മൂവിങ് ഓൺ ടു ദി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Consider the following statement. Statement 1. India follows a parliamentary system of government. ശരിയാണ്, പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ലോക്സഭ ഈസ് ഇലക്റ്റഡ് ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ. നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് ശരിയാണോ നോക്കാം. ലോക്സഭ എന്ന് പറയുന്നത് എലക്റ്റഡ് ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ ആണ്, ശരിയാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ദ ക്വസ്റ്റ്യൻ ഹിയർ ഈസ് സ്റ്റേറ്റ്മെന്റ് 2 ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1? പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് നമ്മളോട് പറയുന്നത് ദി എക്സിക്യൂട്ടീവ് ഇസ് അക്കൗണ്ടബിൾ ടു ദ ലെജിസ്ലേച്ചർ എന്നുള്ളതാണ്. മന്ത്രിമാർ ലോക്സഭയ്ക്ക് അക്കൗണ്ടബിൾ ആകുന്ന ഒരു സാഹചര്യം, അതിനെയാണ് ഒരു പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റിൽ ദർ ഇസ് എ സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദി ആംസ് ഓഫ് ദ ഗവൺമെന്റ്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഒക്കെ വേറെ വേറെയാണ്. ഇവിടെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ട് വരുന്ന മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്റേഴ്സും ഒക്കെ മോർ ഓർ ലെസ് ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദി ലെജിസ്ലേച്ചർ, അതായത് പാർലമെന്റ്. അതായത് പാർലമെന്റ്. സോ അതുപോലെ തന്നെ ദേ ആർ ആൻസറബിൾ ടു ദ ലോക്സഭ. സോ അതുകൊണ്ട് നമുക്ക് പറയാം സ്റ്റേറ്റ്മെന്റ് 2 ഓൾദോ ഇറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ദി എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. അതുകൊണ്ട് യു ക്യാൻ സേ ദാറ്റ് ബോക്സ് ഈസ് ദി കറക്റ്റ് ആൻസർ ഹിയർ. മൂവിങ് ഓൺ ടു ദി സിക്സ്ത് ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. പാർലമെന്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്ന്, ചാർജ് എക്സ്പെൻഡിച്ചർ ഓൺ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഈസ് നോൺ വോട്ടബിൾ ബൈ ദി പാർലമെന്റ്. ശരിയാണ്, ചാർജ് എക്സ്പെൻഡിച്ചർ കൊണ്ട് എക്സ്പെൻഡിച്ചർ മെയ്ഡ് ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഉണ്ട്. രണ്ടാണ്, ഒന്നിന് വോട്ട് ബാധകമാണ്, ഒന്നിൽ വോട്ട് ബാധകമല്ല. അപ്പോൾ ചാർജ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇറ്റ് ഇസ് നോട്ട് വോട്ടബിൾ ബൈ ദി പാർലമെന്റ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി അടുത്തത്, ദ പാർലമെന്റ് കനോട്ട് ഡിസ്കസ് ദി എക്സ്പെൻഡിച്ചർ ചാർജ് ഓൺ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ചാർജ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ പറ്റും. വോട്ടിങ്ങിന് മാത്രമാണ് പ്രശ്നമുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ആൻസർ ഇസ് ബോക്സ്.
അപ്പോൾ ചാർജ് എക്സ്പെൻഡിച്ചറും മെയ്ഡ് എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചറും ശ്രദ്ധിക്കണം. മൂവിങ് ഓൺ ടു ദി 7th ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു മണി ബിൽ, ഞാൻ നിങ്ങളോട് സ്ട്രാറ്റജി സെഷനിലും പറഞ്ഞൊരു കാര്യമാണ്, ബിൽസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, സീരിയസ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഓൺലി ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ്. മണി ബിൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷന് കൂടിയാണ്. അത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് കനോട്ട് ബി അമെൻഡഡ് ഓർ റിജക്റ്റഡ് ബൈ ദി രാജ്യസഭ. രാജ്യസഭയ്ക്ക് വളരെ ലിമിറ്റഡ് പവേഴ്സ് ആണ് മണി ബില്ലുമായിട്ടുള്ളത്. ആർട്ടിക്കിൾ 110 മണി ബില്ല് ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇഫ് ദർ ഇസ് എ ഡിസഗ്രിമെന്റ് ബിറ്റ്വീൻ രാജ്യസഭ ആൻഡ് ലോക്സഭ, ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ ജോയിന്റ് സിറ്റിംഗ്. ജോയിന്റ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇവിടെ വരുന്നില്ല. കാരണം ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് അത് രാജ്യസഭയിൽ ലിമിറ്റഡ് പവേഴ്സ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 റോങ് ആവേണ്ട ഒരു സാഹചര്യം ഇവിടെ വരുന്നുണ്ട്. ഇനി അടുത്തത്, ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ഫോർ റീകൺസിഡറേഷൻ ബൈ ദി പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ പ്രയർ പെർമിഷനോട് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരെണ്ണം വീണ്ടും പ്രസിഡന്റ് റിട്ടേൺ ചെയ്യേണ്ട സാഹചര്യമില്ല. അപ്പോൾ 1 ശരിയാണെങ്കിൽ 4 ശരിയാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ വി ക്യാൻ അറൈവ് അറ്റ് ദി കറക്റ്റ് ആൻസർ, ദാറ്റ് ഇസ് എ, 1 and 2 only. Moving on to the 8th question. എമർജൻസി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പറയുന്നത്, പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഈസ് എൻ ഓപ്പറേഷൻ. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ഇൻ ഹൗ മെനി ഓഫ് ദി എബവ് സർക്കംസ്റ്റാൻസസ് the constitution empowers the parliament to make laws on the subjects enumerated in the state list. പാർലമെന്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? നിയമം ഉണ്ടാക്കുന്നു. പാർലമെന്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കുന്നു. ഫസ്റ്റ്, പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഈസ് എൻ ഓപ്പറേഷൻ. യെസ്, നാഷണൽ എമർജൻസിയുടെ സമയത്ത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. സെക്കൻഡ്, പ്രസിഡൻസ് റൂൾ ഈസ് എൻ ഓപ്പറേഷൻ ഇൻ ദ സ്റ്റേറ്റ്. പ്രസിഡൻസ് റൂളിൻ്റെ സമയത്തും ദി യൂണിയൻ ക്യാൻ ആക്ച്വലി മേക്ക്, അല്ലെങ്കിൽ rather than the union, the parliament can actually make legislations for matters that are enumerated in the state list. ഇനി അടുത്തത്, 2 or more states make a joint request to the parliament. 2 or more states ഒരു ജോയിൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പാർലമെൻറ്റ് ക്യാൻ മേക്ക് എ ലെജിസ്ലേഷൻ ഫോർ ദാറ്റ് സ്റ്റേറ്റ്സ്. ആ സ്റ്റേറ്റ്സിന് നിയമം ഉണ്ടാക്കാം സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്നതനുസരിച്ച്. ഫോർത്ത്, ലോക്സഭ പാസസ് എ റെസൊല്യൂഷൻ ടു ദാറ്റ് ഇഫക്റ്റ്. ലോക്സഭ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തതുകൊണ്ട് തോന്നിയ പോലെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഒട്ടും ലോജിക്കലായിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. ഇപ്പോഴത്തെ തന്നെ കറണ്ട് സിറ്റുവേഷൻ എടുക്കൂ, സ്റ്റേറ്റ്സും യൂണിയൻ ഭരിക്കുന്ന പാർട്ടിയും സ്റ്റേറ്റ് ഭരിക്കുന്ന പാർട്ടിയും തമ്മിൽ ഫൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഫോർത്തിന് ഉള്ള സ്കോപ്പ് വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസർ ഹിയർ ഇസ് സി. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ്. മൂവിങ് ഓൺ ടു ദി 9th question. Moving on to the 9th question. Consider the following statements. Parliament can punish outsiders for breach of its privileges and contempt. Contempt ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇതിൽ പറയുന്നത് പാർലമെൻറ്റിന് പ്രിവിലേജസ് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പണിഷ് ചെയ്യാം. ശരിയാണ്, പാർലമെൻറ്റിന് പാർലമെൻ്ററി പ്രിവിലേജസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, വിച്ച് ഈസ് ഓൾസോ എക്സ്റ്റെൻഡഡ് ടു ദി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് നമുക്കറിയാം. ഈ പാർലമെൻ്ററി പ്രിവിലേജസ് കോഡിഫൈഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ പാർലമെൻ്ററി പ്രിവിലേജസ് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാർലമെൻറ്റിന് അവരെ പണിഷ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇനി, മെമ്പർ ഓഫ് പാർലമെൻറ്റ് ബിക്കംസ് എലിജിബിൾ ഫോർ പാർലമെൻ്ററി പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് ഓൺലി അപ്പോൺ ടേക്കിംഗ് ഓത്ത്. അപ്പോൾ അത് ലോജിക്കലാണല്ലേ. ഓത്ത് എടുത്ത് മെമ്പർ ആകാത്ത ഒരാൾക്ക് പ്രിവിലേജസ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അദ്ദേഹം സാക്ഷ്യം വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പറയാം ദിസ് സ്റ്റേറ്റ്മെൻറ്റ് 2 ക്യാൻ ബി കറക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സ്റ്റേറ്റ്മെൻറ്റ് 3 പറയുന്നത് ദ 44th Amendment Act of 1978 റീഇൻസ്റ്റേറ്റഡ് ദ ഫ്രീഡം ഓഫ് പ്രസ് ടു പബ്ലിഷ് ട്രൂ റിപ്പോർട്ട്സ് വിത്തൗട്ട് പ്രയർ പെർമിഷൻ ഓഫ് ദ ഹൗസ്. ഇത് ശരിയാണ്. കാരണം എമർജൻസിയുടെ സമയത്തൊക്കെ പ്രസ്സിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷൻസിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തത് 44th Amendment of 1978 വെച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക്, ഈ ഒരു 1978 എന്ന് പറയുന്ന വർഷം എമർജൻസിക്ക് ശേഷം 44th Amendment ആക്ച്വലി ടേൺഡ് some of the changes made by the 42nd Constitutional Amendment Act of 1976. അതുകൊണ്ട് തന്നെ
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ദ 3 ആർ കറക്റ്റ്. 9ൻ്റെ ആൻസർ സി ആണ്. മൂവിങ് ഓൺ ടു ദി 10th question. വിത്ത് റെഫറൻസ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ വീണ്ടും പറയുന്നു, ബില്ലുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. പ്രയർ പെർമിഷൻ ഓഫ് ദി പ്രസിഡന്റ് ഈസ് റിക്വയർഡ് ഫോർ ഹിസ് ഇൻട്രൊഡക്ഷൻ. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിന് പ്രസിഡന്റിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ അമെൻഡ് ചെയ്യാവൂ എന്ന് പറയുന്നത് അത്ര ശരിയാവാനുള്ള ചാൻസ് ഇൻ്റലിജൻ്റ്ലി നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് തെറ്റാവാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. കാരണം പ്രസിഡന്റിൻ്റെ അനുവാദം വേണ്ടി വരുമോ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാൻ? ശരിക്കും ലെജിസ്ലേച്ചേഴ്സിന് അതിനുള്ള പെർമിഷൻ, ഐ മീൻ പാർലമെൻറ്റ്, ലെജിസ്ലേച്ചേഴ്സ് എന്ന അർത്ഥം ബ്രോഡായിട്ട് ഞാൻ പറയുന്നതാണ്, പാർലമെൻറ്റിന് അതിനുള്ള അവകാശം വേണം. ഇനി 24th Constitutional Amendment Act of 1971 mandated that the President must provide approval for a constitutional amendment bill. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് പാസ്സായി വന്നാൽ പ്രസിഡന്റ് അതിന് അനുവാദം കൊടുക്കണം എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കും. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് പാസ്സായാൽ, ബോത്ത് ദ ഹൗസസ് പാസ്സായാൽ അത് റിട്ടേൺ ചെയ്യാനുള്ള പെർമിഷനൊന്നുമില്ല, പ്രസിഡന്റ് മസ്റ്റ് ഗീവ് ഹിസ് അസെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഡൗട്ട് വരുന്നത് അത് 24th Constitutional Amendment ആക്ടിലാണോ പറഞ്ഞത് എന്നുള്ളതിലൊരു ഡൗട്ട് വരും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗസ് എടുക്കാം. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സാഹചര്യം വെച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന മാറ്റങ്ങൾ അങ്ങനെ തന്നെ പ്രസിഡന്റ് അംഗീകരിക്കണം എന്നുള്ളൊരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ യു ക്യാൻ ടേക്ക് എ ഗസ്. എപ്പോഴും ശരിയാവണമെന്നില്ല, ഐ എം ടെല്ലിങ് യു, ഇങ്ങനെ ഒരു ഗസ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ദി ആൻസർ ഹിയർ ഇസ് 10 ബോക്സ്. മൂവിങ് ഓൺ ടു ദി 11th question. Consider the following statement. The President determines the date for the election of Deputy Speaker. Deputy Speaker-inde election ഒന്നും തീരുമാനിക്കേണ്ടത് പ്രസിഡന്റ് അല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ഡിറ്റർമിൻഡ് ബൈ ദി സ്പീക്കർ ഇറ്റ് സെൽഫ്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. അപ്പോൾ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പോലുള്ള പോസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ സ്ട്രാറ്റജി സെഷനിലും പറഞ്ഞിരുന്നു. ഇനി when the deputy speaker is designated as a member of parliamentary committee, he or she automatically becomes the chairperson. ഇത് വളരെ ബേസിക്കാണ്. കാരണം ഡെപ്യൂട്ടി സ്പീക്കർ ഏത് കമ്മിറ്റിയുടെ മെമ്പർ ആയാലും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടോപ്പിൽ വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്പീക്കർ ഓഫ് ലോക്സഭ, ഡെപ്യൂട്ടി സ്പീക്കർ പ്രിസൈഡ്സ് ഓവർ ദി ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. സ്പീക്കർ ഇല്ലാത്ത സാഹചര്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ലോക്സഭയുടെയും രാജ്യസഭയുടെയും ജോയിൻറ്റ് സിറ്റിങ്ങിനെ പ്രിസൈഡ് ഓവർ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അവിടെ ചെയർമാൻ എന്തുകൊണ്ട് വരുന്നില്ല? ചെയർമാൻ ഓഫ് രാജ്യസഭയല്ല ഇവിടെ വരേണ്ടത്, ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭയാണ് ജോയിൻറ്റ് സിറ്റിങ്ങിനെ ഹെഡ് ചെയ്യേണ്ടത് ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്പീക്കർ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള നോളജാണ്. ഇവിടെ ഒരു ഗസ്സിനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ത്രൂ ദി ബേസിക്സ്. സോ ദി ആൻസർ ഹിയർ ഇസ് 2 and 3 correct. Answer is box. മൂവിങ് ഓൺ ടു ദി 12th question. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 12ാമത്തെ ചോദ്യം, 12th question. Consider the following statement. The 4th schedule of the Constitution deals with the distribution of seats in Rajya Sabha. 4th schedule രാജ്യസഭയിലെ സീറ്റ് വിഭജനമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ഡീൽസ് വിത്ത് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ രാജ്യസഭ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദി രാജ്യസഭ ടു സ്റ്റേറ്റ്സ് ഓൺലി. സ്റ്റേറ്റ്സിൻ്റെ സീറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഒള്ളിയാണ് പറയുന്നത്. ഒള്ളി വരുന്നത് എപ്പോഴും തെറ്റ്, അങ്ങനെയുള്ള നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ചില യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, ചില യൂണിയൻ ടെറിട്ടറീസിന് ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് പോലെ കുറേ പവേഴ്സുള്ള യൂണിയൻ ടെറിട്ടറീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താവും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കൺഫ്യൂഷനായിട്ട് വരാം. അപ്പോൾ രാജ്യസഭയിൽ സ്റ്റേറ്റ്സിന് മാത്രമല്ല യൂണിയൻ ടെറിട്ടറീസിന് റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്നുള്ള ഫാക്റ്റ് നമ്മൾ ഓർക്കുക. ഇനി അടുത്തത്, എ കാൻഡിഡേറ്റ് കണ്ടസ്റ്റിംഗ് ദി രാജ്യസഭ ഇലക്ഷൻ ഫ്രം എ സ്പെസിഫിക് സ്റ്റേറ്റ് മസ്റ്റ് ബി എ രജിസ്റ്റേർഡ് വോട്ടർ ഇൻ ദാറ്റ് സ്റ്റേറ്റ്. ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു
ഡോമിസൈൽ റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് രാജ്യസഭയിൽ മത്സരിക്കുന്ന വ്യക്തികൾ രാജ്യസഭയിൽ നിന്ന് തന്നെ ഉള്ളവരാകണം എന്നുള്ള റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. ഈ റിക്വയർമെൻറ്റ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സുപ്രീം കോർട്ട് പറഞ്ഞു എന്താണ്, രാജ്യസഭയിൽ മത്സരിക്കുന്ന വ്യക്തികൾ ആ സ്റ്റേറ്റിൽ നിന്ന് തന്നെ ആകണം എന്നുള്ള മാൻഡേറ്ററി കണ്ടീഷൻ ഇല്ല എന്ന് സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് ഉണ്ട്. ഇനി നൺ ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ് ഹാവ് റെപ്രസെൻറ്റേഷൻ ഇൻ രാജ്യസഭ. ഇതും തെറ്റാകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, ലെജിസ്ലേച്ചേഴ്സ് ഉള്ള യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ യു ഹാവ് ദി ഡൽഹി, പുതുച്ചേരി, ജമ്മു ഒക്കെ ഉണ്ട്. ജമ്മുവിൽ ഇപ്പോൾ കറൻ്റ്ലി കുറച്ചൊരു സസ്പെൻഡഡ് രീതിയിലാണ് ഉള്ളത്. പക്ഷേ അങ്ങനെയുള്ള യൂണിയൻ ടെറിട്ടറീസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് രാജ്യസഭയിൽ മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് തെറ്റാണെങ്കിൽ ഇതും തെറ്റാവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്, അല്ലേ? ഇത് തെറ്റാണെങ്കിൽ ഇതും തെറ്റാനുള്ള ചാൻസ് ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ 12th ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൂവിങ് ടു ദി 13th ക്വസ്റ്റ്യൻ, എത്തിക്സ് കമ്മിറ്റി. നമുക്കറിയാം മഹുവ മൊയ്ത്ര കേസുമായി റിലേറ്റഡ് ആയിട്ട് എത്തിക്സ് കമ്മിറ്റി ന്യൂസിലുണ്ടായിരുന്നു. എന്താണ് പറയുന്നത്? എത്തിക്സ് കമ്മിറ്റി ഓഫ് ലോക്സഭ. ദ മെമ്പേഴ്സ് ഓഫ് ദി എത്തിക്സ് കമ്മിറ്റി ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ്. കമ്മിറ്റീസിലൊക്കെ, പാർലമെൻ്ററി കമ്മിറ്റീസിലൊക്കെ അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നത് പ്രസിഡൻ്റ് എന്നൊന്നും അല്ല. ഇറ്റ്സ് ആക്ച്വലി ഡൺ ബൈ ദി സ്പീക്കർ. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1 റോങ് ആണ്. എനി പേഴ്സൺ ക്യാൻ മേക്ക് എ കംപ്ലൈൻറ്റ് റിലേറ്റിംഗ് ടു അൺഎത്തിക്കൽ കണ്ടക്ട് ഓഫ് എ മെമ്പർ ഓഫ് ലോക്സഭ പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ് ഷാൽ ബി ഫോർവേഡഡ് ബൈ ദി ലോക്സഭ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്നും അറിയത്തില്ലെങ്കിലും ശരിയാവാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. കാരണം ഇവിടെ അൺഎത്തിക്കൽ കണ്ടക്ട് ഏതെങ്കിലും ഒരു മെമ്പർ പറയുമെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി കംപ്ലൈൻറ്റ് ചൂണ്ടിക്കാണിക്കുമെന്നുള്ളത് മാത്രമല്ല പറയുന്നത്, അങ്ങനെ കൊടുക്കണമെങ്കിൽ ഒരു ലോക്സഭാ മെമ്പർ ത്രൂ ആണ് കൊടുക്കുന്നതെന്ന് ക്ലിയർലി ആ ഒരു കാര്യത്തിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഗസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി ട്രൂ. ഇനി ദ സ്പീക്കർ ക്യാൻ റെഫർ എനി ക്വസ്റ്റ്യൻ ഇൻവോൾവിംഗ് അൺഎത്തിക്കൽ കണ്ടക്ട് ഓഫ് എ മെമ്പർ ഇൻ ലോക്സഭ ടു ദി കമ്മിറ്റി ഓൺ എത്തിക്സ്. സ്പീക്കർ അങ്ങനെ കിട്ടുന്ന കംപ്ലയിൻസ് റെഫർ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഈ ഒരു പ്രൊവിഷൻ ലോജിക്കലിയും തെറ്റാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ദ ആൻസർ ഹിയർ ഇസ് ബോക്സ്. മൂവിങ് ഓൺ ടു ദി 14th ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ദി പാർലമെന്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. പാർലമെന്റുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ is a bill presented by a member of parliament who is not elected but only nominated by the president of India. അങ്ങനെയൊന്നുമില്ല. പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്ന് പറയുന്നത് നോമിനേറ്റഡ് മെമ്പേഴ്സ് കൊടുക്കുന്ന ബില്ലല്ല. അത് ഗവൺമെൻറ്റിൻ്റെ മെമ്പേഴ്സ് അല്ലാതെ മിനിസ്റ്റർ അല്ലാതെയുള്ള ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുന്ന ബില്ലിനെയാണ് നമ്മൾ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മെമ്പർ ബിൽ എന്ന് പറയുന്നത് എലക്റ്റഡ് അല്ലാതെ നോമിനേറ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാർ കൊടുക്കുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നോ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ ഹാസ് ബീൻ പാസ്ഡ് ഇൻ ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. ഇതൊരു ഫാക്ച്വൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ പാസ്സായിട്ടുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ 1970 ലാസ്റ്റ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ പാസ്സായത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് എടുക്കാം. ഇനി നമുക്കൊന്നും അറിയില്ല, പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ ഇതുവരെ പാസ്സായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇത്രയും കാലമായല്ലോ. അതുപോലെ തന്നെ ഇതല്ലാതെ മിനിസ്റ്റേഴ്സ് അല്ലാതെയുള്ള വ്യക്തികളൊക്കെയും ബില്ലുകൾ അവതരിപ്പിക്കാനും അതിന് സപ്പോർട്ട് കിട്ടാനും പാസ്സാവാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. ഇത്രയും കാലഘട്ടത്തിൻ്റെ ഒരു സമയമൊക്കെ നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാൻസ് ഉണ്ട് എന്നൊരു വൈഡ് ഗസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. മൂവിങ് ഓൺ ടു ദി 15th ക്വസ്റ്റ്യൻ. The determination of disqualification under 10th schedule is decided by the president. See, ഡിസ്ക്വാളിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ 10th ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ഡിസൈഡ് ചെയ്യുന്നത് ചെയർ ഓഫ് ദ ഹൗസ് ആണ്. ദാറ്റ് ഈസ് ദ ചെയർമാൻ ഇൻ ദ കേസ് ഓഫ് രാജ്യസഭ, ദ സ്പീക്കർ ഇൻ ദ കേസ് ഓഫ് ലോക്സഭ. ഇറ്റ് ക്യാൻ ബി സബ്ജക്റ്റഡ് ടു ജുഡീഷ്യൽ റിവ്യൂ ചെയ്യുന്നുണ്ടെന്നും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. പ്രസിഡന്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി ഇഫ് എൻ ഇൻഡിപെൻഡന്റ് എലക്റ്റഡ് മെമ്പർ ഓഫ് പാർലമെന്റ് ജോയിൻസ് എനി പൊളിറ്റിക്കൽ പാർട്ടി, he or she shall not
സ്പേസ് ഡിസ്ക്വാളിഫിക്കേഷൻ. ഇൻഡിപെൻഡൻ്റായി സെലക്ട് ചെയ്യുന്ന ഒരാൾ പാർട്ടിയിൽ ചേരാൻ പാടില്ല. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ എന്താവും? അവർ ഡിസ്ക്വാളിഫൈഡ് ആകും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇനി ഇഫ് എ നോമിനേറ്റഡ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ജോയിൻസ് എനി പൊളിറ്റിക്കൽ പാർട്ടി ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് 6 months ഹി ഓർ ഷീ ഷാൽ ബി ഡിസ്ക്വാളിഫൈഡ്. ശരിയാണ്. അപ്പോൾ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉം നോട്ട് കറക്റ്റ് ആണ്. ആൻസർ ഓഫ് 15th question is A. അപ്പോൾ ഇവിടെ നമുക്കൊരു ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കയറുന്ന ആൾ ഇൻഡിപെൻഡൻ്റ് തന്നെ. നോമിനേറ്റഡ് ആയിട്ട് വന്നാൽ നിങ്ങൾ വേണമെങ്കിൽ ജോയിൻ ചെയ്തോ, പക്ഷേ 6 മാസം നിങ്ങൾക്ക് സമയം തരാം. ആ ഒരു ലോജിക്ക് എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുക. നൗ മൂവിങ് ഓൺ ടു ദി 16th question. Consider the following statements regarding citizenship in India. Identification of the citizens of India at the commencement of the constitution. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി എമംഗ് ദി എബവ് പ്രൊവിഷൻസ് ആർ ഗിവൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Consider the following statements regarding citizenship in India. Identification of the citizens of India at the commencement of the constitution. കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, നിലവിൽ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലുമൊക്കെ സിറ്റിസൺഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവണമല്ലോ, അല്ലേ? ലോജിക്കലി അങ്ങനെ ഉണ്ടാവണമല്ലോ. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഇനി അക്വിസിഷൻ ആൻഡ് ലോസ് ഓഫ് സിറ്റിസൺഷിപ്പ് ആഫ്റ്റർ ദി കമൻസ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോസ് ഓഫ് സിറ്റിസൺഷിപ്പും കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം എങ്ങനെ സിറ്റിസൺഷിപ്പ് എടുക്കണം എന്നൊക്കെ മുൻകൂട്ടി കാൽക്കുലേറ്റഡ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ മാറി വരാം, സ്റ്റേറ്റിൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറി വരാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ആക്ച്വലി സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് 1955. ഇതിൽ കൃത്യമായിട്ട് ഈ അക്വിസിഷൻ, ലോസ് ഓഫ് സിറ്റിസൺഷിപ്പ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ലോജിക്കലിയും നമുക്ക് മനസ്സിലായ തെറ്റാവാനുള്ള അത് എന്താണ്, അക്വിസിഷൻ ആൻഡ് ലോസ് ഓഫ് സിറ്റിസൺഷിപ്പ് ആഫ്റ്റർ ദി കമൻസ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൽ പറയാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ഡീപ്പോർട്ടേഷൻ ഓഫ് ഇല്ലീഗൽ മൈഗ്രൻസ്. ഈ ഇംപ്രിസൺമെൻറ്റ് എത്ര വർഷം വേണം, അങ്ങനെയൊക്കെ ഒബ്വിയസ്ലി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതിനേക്കാളും ഒരു പാർലമെൻറ്റിൻ്റെ നിയമത്തിൽ അത് പറയാനുള്ള ചാൻസസ് ആണ് വളരെ ഹൈ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിട്ട് എടുക്കാം. 16th questionൻ്റെ ആൻസർ ഇസ് ഓപ്ഷൻ എ. മൂവിങ് ഓൺ ടു ദി 17th question. വിത്ത് റെഫറൻസ് ടു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ പറ്റിയാണ് ചോദ്യം. 1/3 ഓഫ് ദി മെമ്പേഴ്സ് ആർ നോമിനേറ്റഡ് ബൈ ദി ഗവർണർ. ഇത് നമ്മൾ ഫാക്ച്വലി പഠിക്കേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇതിൽ 1/3 ഓഫ് ദി മെമ്പേഴ്സ് ആർ എലക്റ്റഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ശരിയാണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുക്കുന്ന 1/3. 1/3 ഓഫ് ദ മെമ്പേഴ്സ് ആർ എലക്റ്റഡ് ബൈ സ്പെഷ്യൽ ഇലക്ടറേറ്റ് കംപ്രൈസിങ് ദി മെമ്പേഴ്സ് ഓഫ് ലോക്കൽ ബോഡീസ് ഇൻ സ്റ്റേറ്റ് ലൈക്ക് മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻസ്. ഇതും ശരിയാണ്. ലോക്കൽ ബോഡീസ് സെലക്ട് ചെയ്യുന്ന 1/3 ഉണ്ട്. പിന്നെ ഉള്ളത് 1/3 ഓഫ് ദ മെമ്പേഴ്സ് ആർ നോമിനേറ്റഡ് ബൈ ദി ഗവർണർ. അത് ആക്ച്വലി തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം 1/6 ആണ് എന്ത് ചെയ്യുന്നത്, ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ള 1/12 ഗ്രാജുവേറ്റ്സും, പിന്നെയുള്ള 1/12 എന്താണ് 12th സ്റ്റാൻഡേർഡ് വരെ ലെവലുള്ള 3 years സ്റ്റാൻഡിങ് ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് നോട്ട് ലോവർ ഇൻ സ്റ്റാൻഡേർഡ് ദാൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷനിൽ താഴെ യോഗ്യതയില്ലാത്ത 3 വർഷത്തോളം സ്റ്റേറ്റിലുള്ളവരാണ് 1/12 വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. 1/3 സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്, 1/3 ലോക്കൽ ബോഡി, 1/6 ഗവർണർ, 1/12 അത് ഗ്രാജുവേറ്റ്സിനും സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ള ലെവലിൽ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ദി ആൻസർ ഹിയർ ഇസ് 2 and 3 ആണ് കറക്റ്റ്. 17th ആൻസർ ബോക്സ് ആണ്. ഇനി മൂവിങ് ഓൺ ടു ദി 18th question. If the legislative assembly of a particular state passes a resolution, Parliament has the authority to create or abolish a legislative council. ശരിയാണ്. പാർലമെൻറ്റ് തന്നെയാണ്
ക്രിയേറ്റ് ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ സ്റ്റേറ്റ് അസംബ്ലി എന്ത് ചെയ്താൽ മതി, ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. പക്ഷേ സച്ച് എ സ്പെസിഫിക് റെസൊല്യൂഷൻ മസ്റ്റ് ബി പാസ്ഡ് ബൈ, എത്ര പേര് ചേർന്ന് അത് പാസ്സാക്കിയാലാണ് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പം നമുക്കൊരു വൈഡ് ഗസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം മെജോറിറ്റീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. മെജോറിറ്റി ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദാറ്റ് അസംബ്ലി ആൻഡ് മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, മെജോറിറ്റീസ്, പല രീതിയിലുള്ള മെജോറിറ്റീസിന് വല്ല നോട്ട് ഉണ്ടാക്കുക, ആ നോട്ട് റെഫർ ചെയ്ത് പഠിക്കുക. ഇനി മൂവിങ് ഓൺ ടു ദി 19th ക്വസ്റ്റ്യൻ. എന്താണ് ചോദ്യം പറയുന്നത്? Statement 1. Reservation of 33% of seats for women in parliament and state legislature does not require constitutional amendment. Reservation of seats എന്ന് പറയുന്നത് അത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും റിസർവേഷൻ കൊടുക്കാൻ പറ്റില്ല. അത് നമുക്ക് ലോജിക്കലി തന്നെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും? ഫോർ എക്സാമ്പിൾ, നമ്മൾ പഞ്ചായത്തിൽ നമ്മൾ സ്ത്രീകൾക്ക് സീറ്റ് റിസർവ് ചെയ്തത് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ്. സോ അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ റിമെമ്പർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് എടുക്കാം. അതല്ലാതെ തന്നെ ഉള്ളൊരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ റിമെമ്പർ ദി റീസെൻറ്റ് ഡിബേറ്റ് ഓഫ് വുമൺ റിസർവേഷൻ ഓഫ് സീറ്റ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ശരി, സ്റ്റേറ്റ്മെൻറ്റ് 2 ശരി, 2 കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ബിയിൽ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 2ഉം ഇൻഡിപെൻഡൻ്റ്ലി കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് സി പറയുന്നത്, ഓപ്ഷൻ സി പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. ഡി പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഈ 4 ഓപ്ഷൻസ് എടുത്താൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാണ്. അപ്പോൾ ആ ലോജിക്ക് വെച്ച് നമുക്ക് പറയാം എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്തായാലും കറക്റ്റ് ആയിരിക്കുമെന്ന് പറയാം. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്. Political parties participating in elections can reserve 33% of the seats they contest for women candidates without requiring constitutional amendment. Political parties അവർക്ക് തോന്നിയ പോലെ സീറ്റ് റിസർവ് ചെയ്തോട്ടെ, അതിന് എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ ഇപ്പോൾ ചെയ്യണ്ടേ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കണ്ടീഷനെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്വസ്റ്റ്യനെ അല്ലത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിച്ചു നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ഹൗ മെനി എമംഗ് ദി എബവ് ബെനിഫിറ്റ്സ് ആർ അവൈലബിൾ അണ്ടർ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ OCI എന്ന് പറയുന്ന ആ ഒരു ഓവർസീസ് സിറ്റിസൺസിന് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും? ഒന്ന്, ഡുവൽ സിറ്റിസൺഷിപ്പ് റൈറ്റ്സ്. സിറ്റിസൺസിന് കിട്ടുന്ന പല റൈറ്റ്സും ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഡുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ലൈഫ് ലോങ് വിസ ഫോർ വിസിറ്റിംഗ് ഇന്ത്യ തെറ്റാവേണ്ട കാര്യമില്ല. ഓവർസീസ് സിറ്റിസൺഷിപ്പ് നമ്മളൊക്കെ അവർ ഓവർസീസ് സിറ്റിസൺ ആണെന്ന് തന്നെ നമ്മൾ അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊരു വിസയൊക്കെ അവർക്ക് ചിലപ്പോൾ ലൈഫ് ലോങ് കിട്ടുന്നുണ്ടാവാം. റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 16 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആർട്ടിക്കിൾ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 16 പറയുന്നത് പബ്ലിക് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ പബ്ലിക് എംപ്ലോയ്മെൻ്റ് ഒക്കെ കൊടുക്കുക, അതേ ഈക്വൽ ആയിട്ടുള്ള ഒരു പബ്ലിക് എംപ്ലോയ്മെൻറ്റ് റൈറ്റ് ഒക്കെ നമുക്ക് ഓവർസീസ് സിറ്റിസൺഷിപ്പിന് കൊടുക്കാൻ പറ്റും. ഓൾറെഡി അവർ ഓവർസീസ് സിറ്റിസൺ ആണ്. അതുകൊണ്ട് തന്നെ ലോജിക്കലി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാനുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ 20th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് ഓപ്ഷൻ എ, ലൈഫ് ലോങ് വിസ ഫോർ വിസിറ്റിംഗ് ഇന്ത്യ ആകണം ശരിയായിട്ടുള്ള ഉത്തരം. മൂവിങ് ഓൺ ടു ദി 21st ക്വസ്റ്റ്യൻ. 21st ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. എന്താണ് 21st ക്വസ്റ്റ്യൻ പറയുന്നത്? നേരത്തെ ചോദ്യത്തിൽ നിങ്ങൾ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം നന്നായിട്ട് പഠിക്കണം. എന്താണ് 21st ക്വസ്റ്റ്യൻ പറയുന്നത്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ക്യാൻ ബി ലാർജർ ദാൻ 1/3 ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ്. അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ
ക്യാൻ ബി ബിഗർ ദാൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് പറയുന്നത്. നമ്മൾ ലോജിക്കലി ആലോചിക്കുകയാണ്, ലെജിസ്ലേറ്റീവ് കൗൺസിലിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സാണ് ഉള്ളത് കമ്പയർഡ് ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി. മോസ്റ്റ് പ്രോബബ്ലി ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി മസ്റ്റ് ബി മോർ പവർഫുൾ. അതുകൊണ്ട് തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് സൈസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ സ്ട്രെങ്ത്, മാക്സിമം സ്ട്രെങ്ത് ഈസ് ഫിക്സ്ഡ് ആറ്റ്സ് 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി അസംബ്ലി. അസംബ്ലിയുടെ 1/3 ആയി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും പവേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് നമ്മൾ ലോജിക്കലി ഒരു അനാലിസിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2, ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് ദ പർട്ടിക്കുലർ സ്റ്റേറ്റ്. അങ്ങനെയൊന്നും വരുന്ന സ്കോപ്പ് ഇല്ല അല്ലേ. ഇവിടെ വൈസ് പ്രസിഡന്റും ഗവർണറേയും കൂടി കമ്പയർ ചെയ്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല, ചെയർമാൻ ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഈസ് എലക്ടഡ് എമംഗ്സ് ദി മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ ഇറ്റ് സെൽഫ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബീങ് എ പെർമനന്റ് ഹൗസ് ഈസ് നോട്ട് സബ്ജക്റ്റഡ് ടു ഡിസൊല്യൂഷൻ എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത് ഈസ് ഫോർമുലേറ്റഡ് എന്ന സിമിലർ ബേസിസ് ഓൺ സിമിലർ ലൈൻസ് ഓഫ് രാജ്യസഭ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ദി ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ എ. Okay, moving on to the 22nd question. With reference to questions asked during question hour, consider the following statement. A starred question is one in which a member desires oral answer. ശരിയാണ്. ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോജിക്കലി നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സബ്സീക്വൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, വീണ്ടും ക്ലാരിഫൈ ചെയ്യാം, അങ്ങനെയുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അതിനെ സ്റ്റാർ ഇടുന്നത്. സ്പെഷ്യൽ ആയതുകൊണ്ട് സ്റ്റാർ ഇടുന്നു. ലോജിക്കലി ഇങ്ങനെ ആലോചിക്കുക, സ്പെഷ്യൽ ആയതുകൊണ്ട് സ്റ്റാർ ഇടുന്നു. അപ്പോൾ സ്റ്റാർ ഇട്ടിട്ടുള്ളൊരു ചോദ്യത്തിൽ സബ്സീക്വൻറ്റ് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അതിന് ഓറലി മാത്രമേ ചോദിക്കാൻ പറ്റൂ. ഒരു ചോദ്യം ആൻസർ പറഞ്ഞു, വീണ്ടും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ റിട്ടൺ ആണെങ്കിൽ വീണ്ടും അവരിരുന്ന് എഴുതി തരുമോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സ്റ്റാർഡ് ക്വസ്റ്റ്യനിൽ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. സ്റ്റാർഡ് ക്വസ്റ്റ്യനിൽ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുള്ളത് കൊണ്ട് ഓറൽ ആൻസർ. ഇങ്ങനെ ലോജിക്കലി പഠിച്ചു വെക്കുക. ഓക്കെ, ലോജിക്കലി ഇങ്ങനെ പഠിച്ചു വെക്കുക. അപ്പോൾ 1 കറക്റ്റാണ്. ഇനി അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ റിക്വയർസ് എ റിട്ടൺ ആൻസർ, ഹെൻസ് സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് കനോട്ട് ഫോളോ. അല്ലേ, ശരിയായിരിക്കണമല്ലോ. എഴുതി കൊടുക്കുകയാണ്, വീണ്ടും സപ്ലിമെൻ്ററി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകാം. ഇനി എ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ ഇസ് വൺ ദാറ്റ് ഈസ് ആസ്ക്ഡ് ബൈ ഗിവിംഗ് എ നോട്ടീസ് ഓഫ് ലെസ് ദാൻ 2 days. ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്ന ചോദ്യം 2 ദിവസത്തിൽ താഴെ നോട്ടീസ് കൊടുത്ത് ചോദിക്കുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷോർട്ട് നോട്ടീസ് എന്ന് മനസ്സിലായി, ചെറിയൊരു നോട്ടീസ് പീരീഡിൽ ചോദ്യം ചോദിക്കുന്നു. പക്ഷെ പാർലമെൻറ്റ് പോലുള്ളൊരു വലിയൊരു ബോഡി, കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് ഉള്ളൊരു ബോഡിയിൽ ഷോർട്ട് നോട്ടീസ് ആണെങ്കിൽ തന്നെ 2 ദിവസം എന്ന് പറഞ്ഞാൽ കുറവാണെന്ന് വേണമെങ്കിൽ ലോജിക്കലി ഗസ് ചെയ്യാം. അങ്ങനെ ഗസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. സോ ദി ആൻസർ ഹിയർ വിൽ ബി ബോക്സ്. 22nd ക്വസ്റ്റിൻ്റെ ആൻസർ ബോക്സ് ആണ്. മൂവിങ് ഓൺ ടു ദി 23rd ക്വസ്റ്റ്യൻ. എന്താ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? Consider the following statement. Statement 1. Congress government appointed Swearing committee to make recommendations about fundamental duties. നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നൊരു ഭാഗം ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും നമ്മൾ അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ഇത് ശരിയാവാനുള്ള ചാൻസ് ഹൈ ആണ്. കോൺഗ്രസ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് സ്വരൻസിംഗ് കമ്മിറ്റി എന്തായാലും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി കണക്റ്റഡ് ആണെന്ന് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻസർ ശരിയാണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ഡയറക്റ്റ് ഡ്യൂട്ടീസ് ഓഫ് ദ സ്റ്റേറ്റ് വെയർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി.
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഡ്യൂട്ടീസ് തന്നെയാണ് സംസാരിക്കുന്നത്, ഗൈഡ് ലൈൻസ് ഡ്യൂട്ടീസ് തന്നെയാണ് സംസാരിക്കുന്നത്. അത് DPSP തന്നെയാണ് ഡ്യൂട്ടീസായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, അവ തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മൂവിങ് ഓൺ ടു ദി 24th ക്വസ്റ്റ്യൻ. 24th ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരെ തന്നിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ്. An amendment to the Constitution of India can be initiated by how many of the above? കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ മാറ്റിമറിക്കാൻ ആർക്കൊക്കെ സാധിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലോക്സഭയ്ക്ക് സാധിക്കും അല്ലേ? ആ ഒരു പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ ലോക്സഭയ്ക്ക് പറ്റും. രാജ്യസഭയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ ഈക്വൽ പവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഒരു രീതിയിലും കോൺസ്റ്റിറ്റ്യൂഷനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യണം എന്ന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഒരു പ്രൊവിഷൻ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ഇന്ത്യയിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിന് ഉള്ള സ്റ്റെപ്സ് എടുക്കാൻ പറ്റില്ല. President can make certain laws as ordinance when the houses are not in session or one of the houses is not in session. The president can issue ordinances. പക്ഷേ ordinance making powers is not extended to constitutional amendment. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 4 is wrong. രണ്ട് ഓപ്ഷൻസ് ആണ് ശരി. സോ ദ ആൻസർ ഹിയർ is ബോക്സ്. Moving on to the 25th question. Consider the following statement. Statement 1. President takes over the government of a state under Article 356 in cases of failure of constitutional machinery. Article 356 is talking about here President's rule here. The Article 356 is talking about President's rule. President's rule il President takes over the government എന്ന് തന്നെയാണ് ആർട്ടിക്കിൾ 356 എക്സാക്ട് വേർഡിങ്സിലുള്ളത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2, ആർട്ടിക്കിൾ 355 നമുക്ക് ഉറപ്പില്ല. imposes duty on the union to ensure that the government of every state is carried out in accordance with the provisions of the constitution. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ചാണ് ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ ഭരണം നടത്തുന്നത് എന്ന് എൻഷുർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി സെൻറ്ററിനുണ്ട്, യൂണിയനുണ്ട്, നമുക്കറിയാം. പക്ഷേ ഇവിടെ ആർട്ടിക്കിൾ 355 ആണോ അല്ലയോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നാം. പക്ഷെ നമുക്കിവിടെ ഗസ് ചെയ്യാൻ കഴിയുന്നത് ആർട്ടിക്കിൾ 355 മോസ്റ്റ്ലി അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടാവും, യൂണിയൻ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നുണ്ടാവും. ഇത് രണ്ടും കൂടി നമ്മൾ പരസ്പരം വായിക്കുമ്പോൾ യൂണിയൻ്റെ ഒരു ഭാഗമാണ്, എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ് പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 ലുക്സ് ടു ബി ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. സോ ദി ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ എ. മൂവിങ് ഓൺ ടു ദി 26th ക്വസ്റ്റ്യൻ. 26th ക്വസ്റ്റ്യൻ കുറച്ചൊരു അത്ര ഈസി ആയിട്ടുള്ളൊരു ചോദ്യമല്ല. എന്താണ് ചോദ്യം പറയുന്നത് നോക്കാം. National emergency, armed rebellion, union cabinet, imminent danger. How many of the above terms are used in Article 352 of the Constitution? Article 352 will എമർജൻസി എന്ന് പറയുന്ന ഭാഗത്ത്, പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്ന് പറയുന്ന ഭാഗത്ത് ഏതൊക്കെ ടേംസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 352 ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. നമ്മൾ എമർജൻസി എന്നുള്ള അർത്ഥത്തിലാണ് പഠിച്ചിട്ടുണ്ടാവുക. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഏതൊക്കെ ടേംസ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം ആംഡ് റിബല്യൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എമർജൻസി ഡിക്ലെയർ ചെയ്യാമെന്നറിയാം. അതുകൊണ്ട് അതെന്തായാലും പറഞ്ഞിട്ടുണ്ടാവണം. യൂണിയൻ ക്യാബിനറ്റിൻ്റെ റിട്ടൺ കൺസെൻറ്റ് ഉണ്ടെങ്കിലാണ് എമർജൻസി ഡിക്ലെയർ ചെയ്യേണ്ടത്. ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലാണ് ഈ ഒരു കണ്ടീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ എമർജൻസിക്കൊക്കെ ശേഷമാണ് ഇങ്ങനെ ഒരു കാവിയറ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് 3 കറക്റ്റാണ്. ഇമ്മിനൻറ്റ് ഡേഞ്ചർ, ഒരു ഡേഞ്ചർ ഉണ്ടാകുന്നതിന് തന്നെ മുന്നേ തന്നെ എമർജൻസി ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുവിധം നാഷണൽ എമർജൻസി ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇതറിയാം. അപ്പോൾ ഈ 3 ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ദ ക്വസ്റ്റ്യൻ ഹിയർ ഇസ് നാഷണൽ എമർജൻസി എന്ന വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നാഷണൽ എമർജൻസി എന്നുള്ള വാക്ക് എക്സാക്ട്ലി യൂസ് ചെയ്യുന്നില്ല. പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ ദ ആൻസർ ഹിയർ ഇസ്
only 3. ഓക്കെ, അപ്പോൾ ഇതിൽ ഗസ് വർക്ക് ഒരു എക്സ്റ്റെൻഡ് വരെ നടക്കും. ബിയോണ്ട് ദാറ്റ് നമുക്ക് ഗസ് ചെയ്യാനത് ബുദ്ധിമുട്ടാണ്. മൂവിങ് ഓൺ ടു ദി 27th ക്വസ്റ്റ്യൻ. 27ാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം പറയുന്നത്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഇല്ലീഗൽ മൈഗ്രൻസ്. ഇല്ലീഗൽ മൈഗ്രൻസുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യമാണ്. Such a person shall be deemed to be citizen of India from the date of their entry into India. ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് 2019. ഇതിൽ ഇല്ലീഗൽ മൈഗ്രൻസിന്, ചില രാജ്യങ്ങളിൽ നിന്നുള്ള ഇല്ലീഗൽ മൈഗ്രൻസിന് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളെയാണ് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരു മേജർ കോൺട്രവേഴ്സി ഓഫ് ദ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഇസ് ദാറ്റ് ഇറ്റ് എക്സ്ക്ലൂഡ്സ് മുസ്ലിംസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള മിക്ക റിലീജിയസ് മൈനോറിറ്റീസും അല്ലെങ്കിൽ ഈവൻ ഹിന്ദുസ് ഉൾപ്പെടെയുള്ള മെജോറിറ്റി ഉൾപ്പെടെയുള്ളവരെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൽ പറയുന്നുണ്ട് മുസ്ലിംസ് എക്സ്ക്ലൂഡഡ് ആണ്. അത് ആ സമയത്ത് ഒരു മേജർ കോൺട്രവേഴ്സി ആയിരുന്നു. അതുപോലെ നെയ്ബറിംഗ് കൺട്രീസിൽ നിന്നുള്ളവരെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പെർമിറ്റ് ചെയ്യുന്നത്. റിലീജിയസ് പെർസിക്യൂഷൻ ഇവർ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്. ഇത്രയും നമുക്കറിയാം. ഇനി ഇവിടെ വരുന്ന ചോദ്യം, അവർക്ക് സിറ്റിസൺഷിപ്പ് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്നാണോ ഇന്ത്യയിലേക്ക് വന്നത് അന്ന് തൊട്ട് അവർ ഇന്ത്യൻ സിറ്റിസൺസായി കണക്കാക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് ഡൗട്ട് തോന്നാം, പക്ഷേ ആക്ച്വലി അങ്ങനെ തന്നെയാണ്. ഒരു ഇന്ത്യയിലേക്ക് എന്നാണോ വന്നിട്ടുള്ളത് അന്ന് തൊട്ടവരെ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2, all legal proceedings against them in respect of their illegal migration or citizenship will be closed. ഇത് ശരിയാവേണ്ട ചാൻസ് ഭയങ്കര കൂടുതലാണ്. അവർ ഇല്ലീഗൽ മൈഗ്രൻസ് ആയതുകൊണ്ടാണല്ലോ അവർക്കെതിരെ സ്റ്റെപ്സ് എടുക്കുന്നത്. വീണ്ടും അവർക്ക് വിളിച്ച് സിറ്റിസൺഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ലീഗൽ ഇമിഗ്രൻസ് എന്നുള്ള കേസുമായി മുന്നോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2ൻ്റെ കാര്യത്തിൽ നമുക്ക് ഡൗട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിക്കും അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗസ് വർക്ക് അത്ര വർക്ക് ചെയ്യാത്തൊരു ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ്. മൂവിങ് ഓൺ ടു ദി 28th ക്വസ്റ്റ്യൻ. ദ ഗവർണർ റിപ്പോർട്ട്സ് ദാറ്റ് the government of a state cannot be carried on in accordance with the provisions of the constitution. എനിക്ക് തോന്നുന്നു ഇവിടെ 3 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ അണ്ടർ ഹൗ മെനി ഓഫ് ദി എബവ് കണ്ടീഷൻസ് ക്യാൻ പ്രസിഡന്റ് ഇമ്പോസ് സ്റ്റേറ്റ് ഇമർജൻസി? സ്റ്റേറ്റ് ഇമർജൻസി ഇമ്പോസ് ചെയ്യാൻ ഏതൊക്കെയാണ് കണ്ടീഷൻസ് ആയി നിലനിൽക്കുന്നത് എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ഗവർണർ റിപ്പോർട്ട്സ് ദാറ്റ് ദി ഗവൺമെന്റ് ഓഫ് എ സ്റ്റേറ്റ് കനോട്ട് ബി ക്യാരിഡ് ഓൺ വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് ഗവർണറിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷനും കൂടെ ഉണ്ട്. ഗവർണർക്ക് എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റ് ലെറ്റർ കൊടുക്കാം. ദാറ്റ് ദി പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സ്റ്റേറ്റിനെ ഗവേൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ലെറ്റർ കൊടുക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗവർണറുമാണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റാണ്. പ്രസിഡന്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദി ഗവൺമെന്റ് ഓഫ് എ സ്റ്റേറ്റ് കനോട്ട് ബി carried on in accordance with the provisions of the Constitution of India. ഇതും ശരിയാണ്. പ്രസിഡന്റ് സാറ്റിസ്ഫൈ ആയതും മതി. ഗവർണറുടെ ലെറ്റർ ഇല്ലാതെയും പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാൻ പറ്റും എന്ന് ഓർത്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റാണ്. സ്റ്റേറ്റ് ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് ഓർ ഗീവ് എഫക്ട് ടു എനി ഡയറക്ഷൻ ഗിവൺ ബൈ ദ സെൻറ്റർ. സെൻറ്റർ കൊടുക്കുന്ന ഒരു ഡയറക്ഷനെ ഫോളോ ചെയ്യാതിരുന്നാലും എന്ത് പറ്റും? അവിടെ പ്രസിഡൻസ് റൂൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇമർജൻസി ഇമ്പോസ് ചെയ്യാം. ഈ 3 കണ്ടീഷൻസും കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അറിയാത്തവരത് പഠിക്കണം. സോ ദി ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി. മൂവിങ് ഓൺ ടു ദി 29th ക്വസ്റ്റ്യൻ. 29th ക്വസ്റ്റ്യൻ പറയുന്നത്, കൺസിഡർ ദ ഫോളോയിങ്: ഒബ്റ്റെയിനിങ് സിറ്റിസൺഷിപ്പ് ബൈ ഫ്രോഡ്, voluntary acquisition, etc. How many of the above cases can lead to compulsory termination of Indian citizenship by central government? ഏതൊക്കെ കണ്ടീഷൻസിലാണ് സെൻട്രൽ ഗവൺമെൻറ് നിർബന്ധമായി സിറ്റിസൺഷിപ്പിനെ ടെർമിനേറ്റ് ചെയ്യുന്നത്? നോക്കാം. ഒബ്റ്റെയിനിങ് സിറ്റിസൺഷിപ്പ് ബൈ ഫ്രോഡ്. ഫ്രോഡിൽ ഒരാൾ സിറ്റിസൺഷിപ്പ് എടുത്തെങ്കിൽ എന്തായാലും ഗവൺമെൻറ് വിൽ ബി ഫോഴ്സ് ടു ടെർമിനേറ്റ് ദെയർ സിറ്റിസൺഷിപ്പ്. വോളണ്ടറി അക്വിസിഷൻ ഓഫ് ഫോറിൻ സിറ്റിസൺഷിപ്പ്. ഒരാൾ വോളണ്ടറി ഫോറിൻ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അയാൾ ഓട്ടോമാറ്റിക്കലി അയാളുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പോകും. ബിക്കോസ് ഡുവൽ സിറ്റിസൺഷിപ്പ് ഇസ് നോട്ട് പെർമിറ്റഡ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് ഇവിടെ ഗവൺമെൻറ് പ്രത്യേകിച്ച് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി അയാളുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇസ് ഗോൺ. ഇനി ഡിസ്ലോയൽറ്റി ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരാൾ കോൺസ്റ്റിറ്റ്യൂഷൻ എതിരായിട്ടൊരു പ്രവൃത്തി നടത്തി, ഗവൺമെൻറ് അത് കണ്ടുപിടിച്ചു. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഇറ്റ്സ് ഫോഴ്സ് ടു ക്യാൻസൽ ദ സിറ്റിസൺഷിപ്പ്, അല്ലേ? അപ്പോൾ 3 കറക്റ്റാണ്.
റിനൗൺസിയേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് ഒരാൾ സ്വന്തമായി ചെയ്യുന്നതാണ്. എനിക്ക് സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ സെൻട്രൽ ഗവൺമെൻറ് ഒന്നും പറയേണ്ട കാര്യമില്ല. സോ 4 തെറ്റാണ്, അല്ലെങ്കിൽ കമ്പൽസറി ടെർമിനേഷൻ ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് വരുന്നില്ല. സോ ദി ആൻസർ ഹിയർ ഇസ് 1 and 3. ആൻസർ ഇസ് ബോക്സ്. 29 ആൻസർ ഇസ് ബോക്സ്. മൂവിങ് ഓൺ ടു ദി 30th ക്വസ്റ്റ്യൻ. 30ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. Consider the following statement. A declaration of national emergency can be extended to an indefinite period. പറ്റും, ഇൻഡെഫിനറ്റ് പീരീഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ പാർലമെൻ്ററി അപ്രൂവൽ ഇസ് നീഡഡ് ഫോർ 6 months. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ചുമ്മാ ലോജിക്ക് വെച്ച് നമുക്ക് കളിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എമർജൻസി പഠിക്കണം, അതിനൊരു ടൈം പീരീഡ് ഉണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്. ഓരോ 6 മാസവും എന്ത് ചെയ്യണം, എമർജൻസി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പെർമിഷൻ റിന്യൂ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇൻഡിഫിനിറ്റ് പീരീഡിലേക്ക് അതെടുക്കാം. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പ്രസിഡന്റ് ക്യാൻ റിവോക്ക് എ നാഷണൽ എമർജൻസി ഓൺലി ഇഫ് ഇറ്റ് ഈസ് റിവോക്ഡ് ബൈ ദി പാർലമെൻറ്റ് വിത്ത് സിമ്പിൾ മെജോറിറ്റി. നാഷണൽ എമർജൻസിയെ റിവോക്ക് ചെയ്യാൻ പാർലമെൻറ്റിന് മാത്രമേ കഴിയൂ, അതും സിമ്പിൾ മെജോറിറ്റി മതി എന്നാണ് പറയുന്നത്. നമുക്കറിയാം നാഷണൽ എമർജൻസി ക്യാൻ ബി റിവോക്ഡ് ബൈ ദ പ്രസിഡന്റ് ത്രൂ എ സബ്സീക്വൻറ്റ് പ്രൊക്ലമേഷൻ. എങ്ങനെയാണോ എമർജൻസി പറയുന്നത് അതുപോലെ തന്നെ അതിനെ റിവോക്ക് ചെയ്തുകൊണ്ടും പ്രസിഡന്റിന് ഒരു പ്രൊക്ലമേഷൻ കൊടുക്കാം. അപ്പോൾ പാർലമെന്റ് മാത്രമല്ല പ്രസിഡന്റിനും അത് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് റോങ്. പഠിക്കണം. എവറി റെസൊല്യൂഷൻ അപ്രൂവിംഗ് ദി കണ്ടിന്യൂവൻസ് ഓഫ് എമർജൻസി മസ്റ്റ് ബി പാസ്ഡ് ബൈ എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി. യെസ്, സ്പെഷ്യൽ മെജോറിറ്റി കൊണ്ട് മാത്രമേ നമുക്ക് എമർജൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അവിടെ വേണ്ടത് സ്പെഷ്യൽ മെജോറിറ്റി ആണ്. മെജോറിറ്റി ഓഫ് ദാറ്റ് ഹൗസ് ആൻഡ് മോർ ദാൻ 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കണ്ടീഷനായിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. സോ ദ ആൻസർ ഹിയർ ഇസ് 30. ബോക്സ് ആണ് കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദി 31st ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പറയുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ നോട്ട് ആപ്ലിക്കബിൾ ടു ഫോറിനേഴ്സ്. ഫോറിനേഴ്സിന് വരുന്ന ഫോറിനേഴ്സിനൊക്കെ ഡ്യൂട്ടി വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ശരിയാണ്. പാർലമെന്റ് ക്യാൻ എൻഫോഴ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ത്രൂ സ്യൂട്ടബിൾ ലെജിസ്ലേഷൻ. ഒരു നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് പാർലമെന്റ് കുറേ ഡ്യൂട്ടീസ് കൊടുക്കുകയാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊടുക്കുകയാണ്. അപ്പം നമുക്കറിയാം നമുക്കുള്ള ലീഗൽ ഡ്യൂട്ടീസ്. ഫോർ എക്സാമ്പിൾ പോക്സോ ആക്ട്. പോക്സോ ആക്റ്റിൽ ഒരു കുട്ടിക്കെതിരെ സെക്ഷൽ വയലേഷൻസ് നടക്കുന്നു എന്ന് ഒരാൾ അറിഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അയാൾ ജയിലിൽ പോകും. അയാളുടെ ഡ്യൂട്ടിയാണ് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡ്യൂട്ടീസ് തരാൻ ആർക്ക് പറ്റും? പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണത്തിന് കഴിയും. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോർട്ടിൽ പോയി എൻഫോഴ്സ് ചെയ്യുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, പാർലമെൻറ്റ് ഒരു ലോ വഴി എൻഫോഴ്സ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് വിരോധമില്ല. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഹാസ് നോട്ട് ബീൻ അമെൻഡഡ് സിൻസ് ഇസ് ഇൻസെപ്ഷൻ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിച്ചാലേ നമുക്ക് അറിയാൻ പറ്റൂ. സോ ദി ആൻസർ ഹിയർ ഇസ് ബോക്സ്. ശരിക്കും ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വർ അമെൻഡഡ്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1946 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 46th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ആഡ് ചെയ്തത്. അതിനുശേഷം 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 6 തൊട്ട് 14 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യേണ്ടത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും അതുപോലെ തന്നെ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ്. അത് പഠിച്ചിരിക്കുക. സോ ദ ആൻസർ ഹിയർ ഇസ് ബോക്സ്. Moving on to the 32nd question. Consider the following statement about declaration of emergency under Article 352. അപ്പോൾ 352 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ആക്ച്വലി നാഷണൽ എമർജൻസി ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എമർജൻസി അണ്ടർ 352 ക്യാൻ ബി ഡിക്ലെയർഡ് അപ്പോൺ ദി ഹോൾ ഓഫ് ഇന്ത്യ ഓർ പാർട്ട് ഓഫ് ഹിസ് ടെറിട്ടറി. നമുക്കറിയാം എമർജൻസി മുഴുവൻ ഇന്ത്യയിൽ മാത്രമല്ല ടെറിട്ടറിയിലും ആപ്ലിക്കബിൾ ആണ്, അല്ലേ? പഠിക്കണം. ഇൻ കേസ് ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഓൺ ഗ്രൗണ്ട്സ് ഓഫ് വാർ, a separate proclamation on grounds of external aggression cannot be issued. ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ലോജിക്കലിയും തെറ്റാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു എമർജൻസി റൺ ചെയ്യാണ്, ഒരു പാർട്ട് ഓഫ് ഇന്ത്യയിൽ ഒരു എമർജൻസി റൺ ചെയ്യാണ്, പെട്ടെന്ന് വേറൊരു ത്രെറ്റ് വരുന്നു. അപ്പോൾ ഹോൾ ഓഫ് ഇന്ത്യയിൽ നമുക്ക് ടെറിട്ടറി ഓഫ് ഇന്ത്യയിൽ നമുക്ക് എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റണ്ടേ? അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഗ്രൗണ്ട്സ് ഓഫ് വാർ നടക്കുകയാണ്.
പിന്നെ ഒരു എക്സ്റ്റേണൽ അഗ്രഷനിൽ നമുക്കൊരു എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് എന്താ തടസ്സം? ലോജിക്കലി ഇങ്ങനെ ഒരു തടസ്സം വരരുത്. കാരണം എമർജൻസി എന്ന് പറയുമ്പോൾ വളരെ അത്യാഹിതമായിട്ടുള്ളൊരു സംഭവം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻ പ്ലേസ് ചെയ്യുക എന്നുള്ളത് ലോജിക്കൽ അല്ല, നമുക്ക് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 നമുക്ക് തെറ്റായിട്ട് എടുക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 3 എന്താ പറയുന്നത്? നാഷണൽ എമർജൻസി ക്യാൻ ബി ഇഷ്യൂഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ബേസ്ഡ് ഓൺ എ റിട്ടൺ റെക്കമെൻഡേഷൻ ഓഫ് ദ ക്യാബിനറ്റ്. ഈ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന പ്രൊവിഷൻ ആപ്ലിക്കബിൾ അല്ല. ആർമഡ് റിബല്യൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. ഈ ഇന്റേണൽ ഡിസ്റ്റർബൻസ് യൂസ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ എമർജൻസി നടപ്പിലാക്കുകയും എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദാറ്റ് പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഇന്റേണൽ എമർജൻസിക്ക് പകരം ആർമഡ് റിബല്യൺ എന്ന വാക്ക് കൊണ്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തത്. ഓക്കെ, സോ അതറിയുകയാണെങ്കിൽ തെറ്റാണ്. സോ ദ ആൻസർ ഹിയർ ഇസ് എ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. മൂവിങ് ഓൺ ടു ദി 33ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: പ്രസിഡന്റ് ടേക്സ് അപ്പ് പവേഴ്സ് ഓഫ് ദ ഗവർണർ. കുറച്ച് സാഹചര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, മനസ്സിലായി. എന്താണ് പറയുന്നത്? ഹൗ മെനി ഓഫ് ദി എബവ് ക്യാൻ ഹാപ്പൻ ഇഫ് പ്രസിഡൻസ് റൂൾ ഈസ് ഇമ്പോസ്ഡ് ഇൻ എ സ്റ്റേറ്റ്. പ്രസിഡൻസ് റൂൾ കൊണ്ടുവന്നാൽ ഇതിൽ എന്തൊക്കെ നടക്കാം? പ്രസിഡന്റ് ടേക്സ് അപ്പ് ദി പവേഴ്സ് ഓഫ് ദ ഗവർണർ എടുക്കാം, കുഴപ്പമില്ല. പ്രസിഡന്റ് അസ്യൂംസ് ദി പവേഴ്സ് ഓഫ് ദ ഗവർണർ ആൻഡ് ഓൾസോ ദി സ്റ്റേറ്റ് അസംബ്ലിയുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എക്സിക്യൂട്ടീവ് അതോറിറ്റി പ്രസിഡന്റിന്റെ കയ്യിലാവും. പ്രസിഡന്റ് ഡിസ്മിസസ് ദ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. President, during the time of state emergency, the president can dismiss the council headed by the chief minister. Dismiss ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. The president passes the state legislative bills. State legislative bills പ്രസിഡന്റ് പാസ്സാക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, അവിടെ പാസ്സാക്കേണ്ടത് it is the parliament and it is not the president who passes the state legislative bills. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ബില്ലുകളെ പാസ്സാക്കേണ്ടത്, നിയമനിർമ്മാണം നടത്തേണ്ടത് അത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്. സോ ദ ആൻസർ ഹിയർ ഇസ് only 2 ബോക്സ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 34th question. Imposition of president's rule in a state is proper if after general election to the assembly no party secures a majority. See, president's റൂളിനെ ബേസ് ചെയ്ത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ SR ബൊമ്മ കേസിൽ ശരിക്കും സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? ക്ലിയർ ആയിട്ട് എപ്പോഴാണ് പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യുന്നത് കറക്റ്റ് ആവുന്നത്, എപ്പോഴാണ് തെറ്റാവുന്നതെന്ന് SR ബൊമ്മ കേസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് കാണുന്ന പല ഹോഴ്സ് ട്രേഡിങ്, MLAs ട്രേഡ് ചെയ്യുന്ന ഒരവസ്ഥ അല്ലേ, കുതിര കച്ചവടം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയൊക്കെ ആക്ച്വലി പ്രിവെൻറ്റ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് ഒക്കെ കോടതി വരുമ്പോൾ ഈ SR ബൊമ്മ കേസിൽ പറഞ്ഞ ഡയറക്റ്റീവ്സ് സുപ്രീം കോർട്ട് ഇടയ്ക്ക് പറയാറുണ്ട്, ന്യൂസിലുള്ള കാര്യമാണ്. അതിലാണ് ശരിക്കും എപ്പോഴാണ് പ്രോപ്പറായിട്ട് ഇമ്പോസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇംപ്രോപ്പർ ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു ക്ലിയർ മെജോറിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാമെന്നുള്ളത് സുപ്രീം കോർട്ട് ശരിവെച്ച കാര്യമാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എൻലിസ്റ്റഡ് ഓൾ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഇമ്പോസിഷൻ ഓഫ് പ്രസിഡന്റ് റൂൾ ഇസ് പ്രോപ്പർ. കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ സിറ്റുവേഷൻസും പറയുന്നില്ല. ഇത് ആക്ച്വലി SC ജഡ്ജ്മെന്റിലാണ് ശരിക്കും എന്ത് പറയുന്നത്? സിറ്റുവേഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ 3 സാഹചര്യങ്ങളെ പറയുന്നുള്ളൂ. ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ സ്റ്റേറ്റ് സെൻറ്ററിൻ്റെ അത് ഗവർണർ റിപ്പോർട്ട് ചെയ്യുന്നു, പ്രസിഡന്റിന് സാറ്റിസ്ഫൈഡ് ആണ് ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറി ഉണ്ടെന്ന്, മൂന്നാമതായി സെൻറ്റർ കൊടുക്കുന്ന ഓർഡേഴ്സിനെ ശരിക്കും സ്റ്റേറ്റ് ഫോളോ ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ 3 ഇൻസ്റ്റൻസസ് ആണ് ക്ലിയർ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി പ്രോപ്പർ ഇംപ്രോപ്പർ പോലുള്ള കാര്യങ്ങളൊക്കെ SC വേർഡിക്റ്റിലാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ദ ആൻസർ ഹിയർ ഇസ് C. 34 answer is C. Statement 1 is correct. Statement 2 is incorrect. Moving on to the 35th question. 35th question like kadakunu.
എന്താണ് ചോദ്യം പറയുന്നത്? സിനാരിയോസ് തന്നിട്ടുണ്ട്. How many of the above scenarios can happen if a financial emergency is declared under Article 360? 360 അനുസരിച്ച് ഫിനാൻഷ്യൽ എമർജൻസി വന്നാൽ എന്തൊക്കെ നടക്കും? ഇപ്പോൾ കേരളത്തിൽ ഈ ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്നുണ്ട്. ബിക്കോസ് ദ സ്റ്റേറ്റ് ഈസ് അണ്ടർഗോയിങ് ത്രൂ എ സിവിയർ ഫിനാൻഷ്യൽ ക്രൈസിസ്. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ഓഫ് സാലറീസ് ഓഫ് പേഴ്സൺ സർവിങ് ഇൻ ദ സ്റ്റേറ്റ് ശരിയാണ്. റിഡക്ഷൻ ഓഫ് സാലറീസ് ഓഫ് ദി അലവൻസസ് ഓഫ് ദി ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഫിനാൻഷ്യൽ എമർജൻസി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി ജഡ്ജ് ഉൾപ്പെടെ ഹൈക്കോടതി ജഡ്ജ് ഉൾപ്പെടെ അവരുടെ സാലറീസ് ഒന്നും റെഡ്യൂസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല. ഇനി റിസർവേഷൻ ഓഫ് മണി ബിൽസ് ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ പാസ് ബൈ ദ ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് മണി ബില്ല് പാസ്സാക്കി കഴിഞ്ഞാലും അത് എന്ത് ചെയ്യേണ്ടി വരും? പ്രസിഡന്റിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അത് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. സോ ദ ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് നാഷണൽ എമർജൻസി ദ സെൻറ്റർ ഗെറ്റ്സ് കൺകറൻറ്റ് പവേഴ്സ് ഓഫ് ലെജിസ്ലേഷൻ ഇൻ ദ സ്റ്റേറ്റ്. നാഷണൽ എമർജൻസി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനോടൊപ്പം തന്നെ ആ സ്റ്റേറ്റിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് കൺകറൻറ്റ് ലെജിസ്ലേഷൻ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഡ്യൂറിങ് എ സ്റ്റേറ്റ് എമർജൻസി ദി എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആർ അസ്യൂംഡ് ബൈ ദി യൂണിയൻ. ശരിയാണ്. സ്റ്റേറ്റ് എമർജൻസി ഉള്ള സാഹചര്യത്തിൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവ് പവേഴ്സും യൂണിയൻ്റെ കയ്യിലാണ് ഉണ്ടാവുക. ഡ്യൂറിങ് എ സ്റ്റേറ്റ് എമർജൻസി the president can make laws for the state in consultation with the parliament, members of the parliament from that state എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് എമർജൻസിയുടെ സമയത്ത് ചില നിയമങ്ങൾ ഉണ്ടാക്കാം ഉള്ള പെർമിഷൻ ഉണ്ട്. കാരണം പ്രസിഡന്റ് ആക്ച്വലി ഈസ് പെർമിറ്റഡ് ടു മേക്ക് സർട്ടൻ പ്രൊവിഷൻസ് ഫോർ ദാറ്റ് സ്റ്റേറ്റ് ഡ്യൂറിങ് സ്റ്റേറ്റ് എമർജൻസി. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ക്യാൻ മേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 1, 2, 3 ഈസ് കറക്റ്റ്. ആൻസർ ഇസ് ഓപ്ഷൻ സി. 37th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. 37th ക്വസ്റ്റ്യൻ പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. സിറ്റിസൺ എൻജോയ് ഓൾ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അത് ഒരു തടസ്സമുള്ള കാര്യമല്ല. എനിമി ഏലിയൻസ് എൻജോയ് ലെസർ റൈറ്റ്സ് ദൻ ഫ്രണ്ട്ലി ഏലിയൻസ്. ശരിയാണ്. എനിമി ഏലിയൻസ് എന്ന് പറയുമ്പം ഇന്ത്യയുമായി തർക്കത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പോൾ ഏലിയൻസിനെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്ലി ഏലിയൻസും എനിമി ഏലിയൻസും. എനിമി ഏലിയൻസ് ആർ പീപ്പിൾ ഹൂ ഹാവ് വാർ വിത്ത് ഇന്ത്യ. ഇന്ത്യയുമായി യുദ്ധം ചെയ്തവരെയാണ് നമ്മൾ എനിമി ഏലിയൻസ് ആയി കണക്കാക്കുന്നത്. അവർക്ക് എല്ലാ റൈറ്റ്സും കിട്ടില്ല. ഫോറിനേഴ്സിന് കിട്ടുന്ന എല്ലാ റൈറ്റ്സും അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കില്ല. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 222 പറയുന്ന അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷനിൽ പറയുന്ന എക്സംഷൻസ് അല്ലെങ്കിൽ അതിൽ പറയുന്ന ചില പ്രൊട്ടക്ഷൻസ് ഒന്നും എനിമി ഏലിയൻസിന് കിട്ടില്ല. ഇനി സിറ്റിസൺ ബൈ ബർത്ത് ആൻഡ് നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ക്യാൻ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ദി സ്റ്റേറ്റ്. ശരിയാണ്. ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും സിറ്റിസൺ ആയാൽ മതി. അതേസമയം US ആണെന്നുണ്ടെങ്കിൽ അവിടെ നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ളവർക്ക് പ്രസിഡന്റ് ആകാൻ പറ്റില്ല. ബൈ ബർത്ത് ഉള്ളവർക്ക് മാത്രമേ പറ്റൂ. സോ ദി ആൻസർ ഹിയർ ഇസ് സി. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. മൂവിങ് ഓൺ ടു ദി 38th question. Whenever the national flag is displayed, it should occupy the position of honor and should be distinctly placed. ശരിയാണ് അല്ലേ? ഇപ്പം നാഷണൽ ഫ്ലാഗ് എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അതിനൊരു ഓണറും റെസ്പെക്റ്റൊക്കെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് കോമൺ നോളജാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് റെസ്പെക്ട് ടു നാഷണൽ ഫ്ലാഗ് ഇസ് എ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അണ്ടർ ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51Aയിൽ നമ്മളുടെ ഫ്ലാഗ് അതുപോലെ തന്നെ നാഷണൽ സിംബൽസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് ഡ്യൂട്ടിയായി പറയുന്നുണ്ട് നമ്മൾ ഡ്യൂട്ടീസ് പഠിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പക്ഷേ ഈ നാഷണൽ ഫ്ലാഗിനെ എങ്ങനെയൊക്കെയാണ് ഓണർ ചെയ്യേണ്ടതെന്നൊന്നും കൃത്യമായിട്ട് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ പറയുന്നില്ല. നമ്മളുടെ സിംബൽസിനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ അതുകൊണ്ട് ദ ആൻസർ ഹിയർ ഇസ് ബോക്സ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നാഷണൽ ഫ്ലാഗിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ അതിൻ്റെ ഫ്ലാഗ് കോഡ്
അതുപോലെ തന്നെ നാഷണൽ ഓണേഴ്സ് ആക്ട് ഓഫ് 1971, ഇതിലാണ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ അത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. മൂവിങ് ഓൺ ടു ദി 39th question. Consider the following, uphold and protect the sovereignty and unity, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. How many of the above are fundamental duties under Article 51A? Article 51Aയിൽ പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. ബൈ ഹാർട്ട് ചെയ്ത് 1, 2, 3 എന്ന് പറഞ്ഞ് പഠിച്ചില്ലെങ്കിലും എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്നുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാകണം. അതുപോലെ എന്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത്, ലേറ്റർ ഓൺ ആഡ് ചെയ്ത പ്രൊവിഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ DPSPയിലും ഇത് ബാധകമാണ്. ഇവിടെ അപ്ഹോൾഡിങ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, അത് ഒരു ഡ്യൂട്ടിയാണ്. പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ് ഓൾ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതൊരു ഡ്യൂട്ടിയാണ്. കമ്പാഷൻ ടു ദ പൂർ ആൻഡ് മാർജിനലൈസ് സൊസൈറ്റി, ശരിക്കും ഇതൊരു ഡ്യൂട്ടി ആയിട്ട് പറയുന്നുണ്ടോ? കമ്പാഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്, ഇന്ത്യയുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കുക. പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ, എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണോ? അല്ല. അവനവൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ അണ്ടർ കൺട്രോൾ ഉള്ളവർക്ക് 6 to 14 years വരെ എഡ്യൂക്കേഷൻ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി ആയിട്ടുള്ളത്. ഇത് ശരിക്കും DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. സോ ഇതും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ല. സോ ദ ആൻസർ ഹിയർ ഇസ് 39 ബോക്സ്. മൂവിങ് ഓൺ ടു ദി 40th question. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഇവിടെ പറയുന്നു. ഹൗ മെനി ഓഫ് ദി എബവ് ആർ റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ? റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള സബ് കാറ്റഗറൈസേഷനിൽ എന്തൊക്കെ വരുന്നു എന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ അപ്ലൈ ചെയ്യേണ്ട ഒരു ലോജിക്, എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന വാക്കെടുക്കുക. ഇതിലേതാണ് ശരിക്കും എക്സ്പ്ലോയിറ്റേഷനായി കണക്കാക്കാൻ പറ്റുന്നത്? ഒന്ന്, പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ നമുക്ക് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, ലീഗലി ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ്, ട്രാഫിക്കിംഗ് ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതുകൊണ്ട് ഇത് വരാനുള്ള ചാൻസ് ഹൈ ആണ്. പ്രൊഹിബിഷൻ ഓഫ് ഫോഴ്സ്ഡ് ലേബറും ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതുകൊണ്ട് 3 വരാനുമുള്ള സ്കോപ്പ് ഹൈ ആണ്. പിന്നെ ഉള്ളത് പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അറസ്റ്റും ഡിറ്റൻഷനും ശരിക്കും നിയമപരമായി നടക്കുന്നത് കൊണ്ട് തന്നെ അത് എക്സ്പ്ലോയിറ്റേഷൻ്റെ അടിയിൽ വരില്ല എന്ന് ഗസ് ചെയ്താൽ യു ക്യാൻ ഗോ ഫോർ ആൻസർ ബോക്സിലേക്ക് പോവാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെ ലോജിക് യൂസ് ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള വാക്ക് വെച്ചിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇതല്ലാതെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് പഠിക്കണം. അതിൽ ആർട്ടിക്കിൾ 22 പറയുന്നത് എഗൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ആണ്. അത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു സബ് ഹെഡിങ്ങിൻ്റെ അടിയിലാണ്, റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിലാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഹിയർ ഇസ് ബോക്സ്. മൂവിങ് ഓൺ ടു ദി 41st question. Statement 1. Article 37 of the Indian Constitution provides that the provisions of Part 4 are not enforceable by any court. നമുക്കറിയാം Part 4 talks about the directive principles of state policy. Part 3 talks about the fundamental rights. അപ്പോൾ Part 4 ജസ്റ്റിസയബിൾ ആണ്, Part 4 നോൺ ജസ്റ്റിസയബിൾ ആണ്, അതായത് ഇറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ കോർട്സ്. Part 3 എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജസ്റ്റിസയബിൾ ആണ്, ഇറ്റ് ഈസ് എൻഫോഴ്സബിൾ ബൈ കോർട്സ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി പ്രൊവിഷൻസ് ഇൻ Part 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ മോർ ഫണ്ടമെൻ്റൽ ഇൻ ദ ഗവർണൻസ് ഓഫ് ദ കൺട്രി ദാൻ പ്രൊവിഷൻസ് ഓഫ് Part 4. തെറ്റാണ്. ഫണ്ടമെൻ്റൽ ഓഫ് ഗവർണൻസിന് ഒരു രാജ്യം അഡോപ്റ്റ് ചെയ്യേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വലി ഏതിലാണ്? ഇറ്റ് ഈസ് ഇൻ Part 4 അല്ലെങ്കിൽ ഡയറക്റ്റീവ്സ് ദാറ്റ് ആർ ഗിവൺ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ദി ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചർ. ഇതിനൊക്കെ കൊടുക്കുന്ന ഡയറക്റ്റീവ്സ്, സ്റ്റേറ്റിന് കൊടുക്കുന്ന ഡയറക്റ്റീവ്സിലാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ദി ആൻസർ ഹിയർ ഇസ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് റോങ്. സോ ദ ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ C. Moving on to the next question. A call for organizing village panchayats and making them units of self-government appears in which part of the Constitution of India? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗത്താണ് എ കോൾ ഫോർ
പറയുകയാണ്, അഡ്വൈസ് ചെയ്യുകയാണ്. അപ്പം നമുക്കറിയാം ഡയറക്റ്റീവ്സ് ഓർ അഡ്വൈസസ് ആർ ഗിവൺ ഇൻ DPSP. അത് നമുക്കറിയാം. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. പ്രിയാമ്പിളിൽ സെൽഫ് ഗവർണൻസിനെ പറ്റിയൊന്നും സംസാരിക്കുന്നേ ഇല്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പഞ്ചായത്തിനെ ഓർഗനൈസ് ചെയ്യണമെന്ന് സിറ്റിസൺസിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ഉള്ളത് 7th ഷെഡ്യൂളാണ്. 7th ഷെഡ്യൂളിൽ ഇറ്റ് ഡിസ്കസസ് ദ ഡിവിഷൻ ഓഫ് സബ്ജക്ട് മാറ്റേഴ്സ് ബിറ്റ്വീൻ ദ യൂണിയൻ, ദി സ്റ്റേറ്റ്, കൺകറൻറ്റ് ലിസ്റ്റൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതും വരാനുള്ള ചാൻസ് കുറവാണ്. എ കോൾ ഫോർ എന്ന വാക്ക് സ്ട്രെസ് ചെയ്താൽ തന്നെ യു വിൽ അറൈവ് അറ്റ് 42nd ആൻസർ ബോക്സ്. മൂവിങ് ഓൺ ടു ദി 43rd question. With reference to Indian Constitution, consider the following statements regarding right to property. Right to propertyയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. നമുക്കറിയാം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നും മാറ്റി അതിന് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 300A നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മൾ അതിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഇനി ഇറ്റ് ക്യാൻ ബി കർട്ടെയിൽഡ് ഒൺലി ബൈ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഓർഡിനറി ലെജിസ്ലേഷൻ വഴിയൊക്കെ നമുക്ക് ആ റൈറ്റിനെ കർട്ടെയിൽ ചെയ്യാം. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ആക്ച്വലി റോങ്. ഇനി ഇൻ കേസ് ഓഫ് വയലേഷൻ, ദി അഗ്രീവ്ഡ് പേഴ്സൺ ക്യാൻ ഡയറക്ട്ലി മൂവ് ദി സുപ്രീം കോർട്ട് ഫോർ ഇസ് എൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ജസ്റ്റിസയബിൾ നേച്ചർ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനേ ഉള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിന് കിട്ടില്ല. അപ്പോൾ 1 ശരിയാണെങ്കിൽ 3 എന്തായാലും ശരിയാവില്ല. 1 ശരിയാണെങ്കിൽ 3 എന്തായാലും ശരിയാവില്ല. സോ ദി ആൻസർ ഹിയർ ഇസ് 43rd ആൻസർ ഇസ് A. 43rd ആൻസർ ഇസ് A. Moving on to the 44th question. Consider the following statements regarding right to freedom of speech and expression as provided in the Constitution. This right is protected against only state action and not private individuals. ശരിയാണ്. ആർട്ടിക്കിൾ 19 പറയുന്ന ഫ്രീഡംസ് സ്റ്റേറ്റുമായി കണക്റ്റഡ് ആണ്. അതിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് വരുന്നില്ല. അതേസമയം നമുക്ക് റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പോലുള്ള ഭാഗമൊക്കെ വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ അഗൻസ്റ്റ് ദി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഇനി സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻ ഓൺ ദി എക്സസൈസ് ഓഫ് ദിസ് റൈറ്റ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ഡിഫേമേഷൻ. ശരിയാണ്. എല്ലാ റൈറ്റ്സിനും റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനും റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഡിഫേമേഷൻ, മൊറാലിറ്റി, റിലേഷൻസ് വിത്ത് ഫോറിൻ നേഷൻസ്, പബ്ലിക് ഓർഡർ, ഇൻസൈറ്റ്മെൻറ്റ് ഓഫ് ഒഫൻസ് എന്നൊക്കെ പറയുന്നത്. സോ ഈ ഡിഫമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റീസണബിൾ റെസ്ട്രിക്ഷൻ. ഇനി ഇറ്റ് ഈസ് അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺസ് ആൻഡ് നോൺ സിറ്റിസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണ്. ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീഡംസ് ആർ ഓൺലി ആപ്ലിക്കബിൾ ടു ദി ഇന്ത്യൻ സിറ്റിസൺസ് ആൻഡ് കോർപ്പറേഷൻസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു പ്രൈവറ്റ്, ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഫോറിനേഴ്സ്. ഫോറിനേഴ്സിന് ഈ ഒരു റൈറ്റ്, ഈ ഒരു ഫ്രീഡം കിട്ടില്ല. സോ ദ ആൻസർ ഹിയർ ഇസ് A ആണ് ഇവിടുത്തെ ആൻസർ. 1ഉം 2ഉം കറക്റ്റ്. സോ ദ ആൻസർ ഇസ് A. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കണം. ഏതൊക്കെയാണ് ഫോറിനേഴ്സിന് കിട്ടുന്നത്, ഏതൊക്കെയാണ് സിറ്റിസൺസിന് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. സോ ട്രൈ ടു മേക്ക് എ കോഡ്. എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കുക, നമ്പർ വെച്ചിട്ട് ഒരു കോഡ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ആ കോഡ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഫോറിനേഴ്സിന് കിട്ടുക, ഏതൊക്കെയാണ് സിറ്റിസൺസിന് കിട്ടുക എന്ന് പെട്ടെന്ന് ഓർക്കാൻ കഴിയും. മൂവിങ് ഓൺ ടു ദി 45th question. Consider the following statement. Statement 1. There is only a central law and no state laws to punish for the offenses related to untouchability. Untouchability എന്ന് പറയുന്നതിനെ പണിഷ് ചെയ്യാൻ ശരിക്കും സെൻട്രൽ ലോയേ ഉള്ളൂ, സ്റ്റേറ്റ് ലോ ഇല്ല. കാരണം എന്താണ്? Because only Parliament and no state legislatures could enact a law prescribing punishment for offenses related to untouchability. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസിൻ്റെ നിയമനിർമ്മാണത്തിനുള്ള സ്വാതന്ത്ര്യം ദാറ്റ് ഈസ് ഗിവൺ only to the central or government or the പാർലമെൻറ്റിനാണ്
ആ ഒരു അവകാശം കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ടു ദി സ്റ്റേറ്റ്. ഇത് ആർട്ടിക്കിൾ 35 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ചില പ്രൊവിഷൻസിൽ എത്രത്തോളം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം പണിഷ്മെൻറ്റ് വേണം, ഇതൊക്കെ ശരിക്കും കൊണ്ടുവരേണ്ടത് ത്രൂ എ സെൻട്രൽ ലോ ആണ്. ഒരു യൂണിഫോമിറ്റി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദ ആൻസർ ഹിയർ ഇസ് 45A. അറിയാത്ത ആൾക്കാർ അത് പഠിച്ച് വെക്കുക. Moving on to the 46th question. Consider the following statements regarding Part 4 of the Indian Constitution. അറിയാം, Part 4 is Directive Principle. It embodies a concept of welfare state. Welfare state എന്ന് പറയുന്ന ആശയം നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ നിന്നാണ് കിട്ടുന്നതെന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള നോളജാണ്. So 1 is correct. It seeks to establish economic and social democracy. എക്കണോമിക് ആയിട്ടുള്ള ഡെമോക്രസിയും സോഷ്യൽ ആയിട്ടുള്ള ഒരു ഡെമോക്രസിയും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ നമുക്ക് പറയാം, എക്കണോമിക് ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ദർ ഇസ് എ മോർ ലൈക്ലി ചാൻസ് ദാറ്റ് ഇറ്റ് ടോക്സ് അബൌട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി. ഫോർ എക്സാമ്പിൾ, വർക്കേഴ്സിന്, ലേബറേഴ്സിന് അവരുടെ മാനേജ്മെൻറ്റിൽ ഒരു സേ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. കോപ്പറേറ്റീവ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സിൻ്റെ കാര്യത്തിൽ എൻഷുർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സോഷ്യലും എക്കണോമിക് ആയിട്ടുള്ള ഒരുപാട് ഡൈമെൻഷൻസ് DPSP കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് നോട്ട് ടു ലോക്കൽ ബോഡീസ്. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. കാരണം സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ എങ്ങനെയാണോ സ്റ്റേറ്റിനെ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയാണ് DPSPയുടെ ഭാഗത്തും സ്റ്റേറ്റിനെ മനസ്സിലാക്കേണ്ടതെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കേസിലും നമ്മൾ മനസ്സിലാക്കുന്നത് സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനേഷനിൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ ബോഡീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കോർപ്പറേഷൻസ് എല്ലാവരും ആ ഒരു ഡെഫിനേഷൻ്റെ അടിയിൽ വരും. അപ്പോൾ ഇത് ലോജിക്കലി ഇത് തെറ്റാണ്. സോ ദ ആൻസർ ഹിയർ ഇസ് box. 46 answer is box. 47th question. പറയുന്നത് കേശവാനന്ദ ഭാരതി ജഡ്ജ്മെന്റ് റിസോൾവ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. കേശവാനന്ദ ഭാരതി കേസിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സും DPSP ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ ഒരു റെസൊല്യൂഷനും ഒക്കെ കൊണ്ടുവന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അറിയാം. കാരണം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻറ്റൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ അങ്ങനെ വിട്ടുകളയരുത്. അതിൻ്റെ ക്രക്സ് എന്താണെന്ന് വായിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് കേശവാനന്ദ ഭാരതി ജഡ്ജ്മെൻറ്റ് പ്രൊവൈഡഡ് ഇമ്മ്യൂണിറ്റി ടു ഓൾ പ്രൊവിഷൻസ് ഇൻ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം അമെൻഡിങ് പവേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ്. പാർട്ട് 3യിൽ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അമെൻമെൻറ്റിൽ നിന്നും ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട് കേശവാനന്ദ ഭാരതി ജഡ്ജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെയല്ല. കേശവാനന്ദ ഭാരതി കേസിലാണ് പാർലമെൻറ്റ് ഹാസ് ദി പവേഴ്സ് ഓർ ടേക്ക് അവേ സർട്ടൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർട്ടൻ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി അബ്രിഡ്ജ്ഡ് ഓർ ടേക്കൺ അവേ ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്നും ക്ലിയർ ആയിട്ട് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി. ഇനി 48th question. With respect to the Indian Constitution, how many of the following is a constitutional right but not a fundamental right? Fundamental right എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് ചോദ്യം. അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ലാത്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. റൈറ്റ് ടു ട്രാവൽ അബ്രോഡ്. നമ്മൾ ആർട്ടിക്കിൾ 21 ആണ് ഏറ്റവും വൈഡസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഉള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്. അതിൽ ഒരാളുടെ ഹ്യൂമൻ എക്സിസ്റ്റൻസ് മാത്രമല്ല കണക്കാക്കുന്നത്, റാദർ അവരുടെ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ആ ഒരു എക്സിസ്റ്റൻസ്, ഫിസിക്കൽ എക്സിസ്റ്റൻസിന് പുറമേ അവർക്ക് ഒരു മീനിങ് ഫുൾ ഡിഗ്നിറ്റി ഉള്ള ലൈഫ് ജീവിക്കാൻ എന്തൊക്കെ റൈറ്റ്സ് വേണം, അത് ആർട്ടിക്കിൾ 21ൻ്റെ ഭാഗമാണ്. സോ അതിൽ തന്നെ റൈറ്റ് ടു ട്രാവൽ അബ്രോഡ് എന്ന് പറയുന്ന മനേക ഗാന്ധി കേസിൽ ശരിക്കും റൈറ്റ് ടു ട്രാവൽ അബ്രോഡ് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇനി വേറൊരു കാര്യം,
റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റിലെങ്ങും ഡിസ്കസ് ചെയ്യുന്ന കാര്യമല്ല. റൈറ്റ് ടു പ്രൈവസി, പുട്ടസ്വാമി ജഡ്ജ്മെൻറ്റ്, അതും ആർട്ടിക്കിൾ 21 കണക്റ്റഡ് ആണ്. റൈറ്റ് ടു എമർജൻസി മെഡിക്കൽ എയ്ഡ്, എമർജൻസി മെഡിക്കൽ എയ്ഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരാളുടെ ഒരു റൈറ്റ് ആണ്, അയാളുടെ ഒരു ലൈഫുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ ലൈഫുമായി കണക്റ്റഡ് ആണ് മെഡിക്കൽ എയ്ഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഫണ്ടമെൻ്റൽ റൈറ്റുമായി കണക്ട് ചെയ്യാമെന്ന് ലോജിക്കലി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4ഉം ശരിയായിട്ട് എടുക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ദ ആൻസർ ഇസ് സി. 3, 1, 3 and 4 ആണ് എന്ത് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു വോട്ട് മാത്രമാണ്. സോ ദ ആൻസർ ഹിയർ ഇസ് 48, ഓപ്ഷൻ എ. മൂവിങ് ഓൺ ടു ദി 49th question. 49th question പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി കോൺസ്റ്റിറ്റ്യൂട്ട് എ ലിമിറ്റേഷൻ അപ്പോൺ ദി ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ആണ് പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഒരു ലിമിറ്റേഷൻ അല്ല വെക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ഗിവിങ് എ ഗൈഡ് ലൈൻ. അതൊരു ഗൈഡ് ലൈനാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ ഇൻ ലൈൻ വിത്ത് ദി ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർമുലേറ്റഡ് ബൈ ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഓഫ് 1946. ശരിക്കും ക്യാബിനറ്റ് മിഷൻ പ്ലാനിൽ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമില്ല. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഭാഗം ശരിക്കും വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ഡീൽ ചെയ്തിരുന്നത് അന്നത്തെ ആ ഒരു പവർ ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ, എന്താണ് സ്റ്റേറ്റിനെ എങ്ങനെ വിഭജിക്കണം, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അത് ഗസ് ചെയ്യണമെങ്കിൽ തന്നെ ഇത് തെറ്റായിട്ട് എടുക്കാം. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ക്യാൻ ബി യൂസ്ഡ് ബൈ ദി ജുഡീഷ്യറി ടു ഇവാലുവേറ്റ് ദി ഫെയർനെസ് ഓഫ് എ ലെജിസ്ലേഷൻ. ഒരു നിയമത്തിൻ്റെ ഫെയർനെസ് അത് പരിശോധിക്കുന്നതിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി യൂസ് ചെയ്യുന്നതുകൊണ്ട് ലോജിക്കലി കുഴപ്പമില്ല. ശരിക്കും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതിൻ്റെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളൊക്കെ എൻഫോഴ്സ് ചെയ്യാൻ ട്രൈ ചെയ്യണമെന്നൊക്കെ സുപ്രീം കോർട്ട് തന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി കോൺഫ്ലിക്റ്റ് വന്നാലും ഇഷ്യൂ ഇല്ല എന്നുള്ളൊരു ജഡ്ജ്മെൻ്റ് ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കാം. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉം ഇൻകറക്റ്റ് ആണ്. സോ ദി ആൻസർ ഹിയർ ഇസ് 49, ഓപ്ഷൻ എ. മൂവിങ് ഓൺ ടു ദി 50th question. 50th question നമ്മളോട് പറയുന്നത് വിച്ച് among the following is the necessary implication of the presence of a scheme of fundamental rights in a country. ഒരു രാജ്യത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നെസസറി ആയി അവിടെ നടക്കുക എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, സിറ്റിസൺസ് ആൻഡ് നോൺ സിറ്റിസൺസ് വിൽ എൻജോയ് എ സർട്ടൻ സെറ്റ് ഓഫ് റൈറ്റ്സ് ഇൻ ദ കൺട്രി. കുഴപ്പമില്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുമ്പോൾ ചില റൈറ്റ്സ് എൻജോയ് ചെയ്യാം. സിറ്റിസൺസ് വിൽ ബി ഫ്രീ ടു എക്സ്പ്രസ് ദർ ഒപ്പീനിയൻ ത്രൂ ഔട്ട് ദി കൺട്രി. എപ്പോഴും ഇത് കിട്ടണമെന്നൊന്നുമില്ല. സിറ്റിസൺസിന് ഫ്രീ ആയിട്ട് അങ്ങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുമ്പോൾ വാട്ട് ഇഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇല്ലാത്ത രാജ്യമാണെങ്കിലോ? സോ അതുകൊണ്ട് അത് തെറ്റാണ്. പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് ദ ഗവൺമെൻറ് വിൽ ബി ലിമിറ്റഡ്. നമുക്ക് അതിലേക്ക് വരാം. ദർ വിൽ ബി എൻ ആക്റ്റീവ് സിവിൽ സൊസൈറ്റി ഇൻ ദ കൺട്രി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ള എല്ലാ രാജ്യത്തും അങ്ങ് ആക്റ്റീവ് സിവിൽ സൊസൈറ്റി വരുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഡി തെറ്റാണ്. ഇനി നമുക്ക് എക്സാമിൻ ചെയ്യേണ്ടത് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സിറ്റിസൺ ആൻഡ് നോൺ സിറ്റിസൺ വിൽ എൻജോയ് സർട്ടൻ സെറ്റ് ഓഫ് റൈറ്റ്സ് ഇൻ ദ കൺട്രി. ശരിയാണത്, തെറ്റാന്ന് പറയാൻ പറ്റില്ല. പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് ദ ഗവൺമെൻറ് വിൽ ബി ലിമിറ്റഡ്. ശരിക്കും നമുക്ക് റൈറ്റ്സ് വരുന്ന സമയത്ത് അത് ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള ഒരു ലിമിറ്റേഷനാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള നോളജാണ്, കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കിട്ടുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ഗിവിങ് എ സർട്ടൻ റൈറ്റ്സ് എഗൻസ്റ്റ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന് ഒരുപാട് കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ്, ലിമിറ്റേഷൻസ് അത് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോർ ദാൻ ഓപ്ഷൻ എ, ദ ആൻസർ ഷുഡ് ബി 50. ആൻസർ ഷുഡ് ബി ഓപ്ഷൻ സി. 51st ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1, the existence of each tier of government is constitutionally guaranteed. കോൺസ്റ്റിറ്റ്യൂഷൻ ഈച്ച് ടയർ ഓഫ് ഗവൺമെൻറ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണ്. വി ഹാവ് എ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ ബോഡീസ് എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അതുകൊണ്ട് തന്നെ 3 ടയർ ഗവൺമെൻറ് ഉണ്ടെന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായാലും ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് the jurisdiction of respective tiers of the government are clearly defined in the constitution. എന്തൊക്കെയാണ് ജുറിസ്ഡിക്ഷൻ എന്നുള്ളത് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തെറ്റാണ്. ആക്ച്വലി
സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവർക്ക് യു ഹാവ് ദി യൂണിയൻ ലിസ്റ്റ്, അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നുള്ള ഡിവിഷനും ഒക്കെ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സും ഏകദേശം അതിന് സിമിലർ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇൻ ദി കേസ് ഓഫ് ദി ലോക്കൽ ബോഡീസ് അതിൽ കുറച്ച് സബ്ജക്റ്റ് മാറ്റേഴ്സേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർലി ഈ ജൂറിസ്ഡിക്ഷനൊക്കെ അവർക്ക് കൊടുക്കണം എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലിയർലി ഡിഫൈൻഡ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദാറ്റ് ദി ആൻസർ ഹിയർ ഇസ് 51. സി ആണ് കറക്റ്റ് ആൻസർ. Moving on to the 52nd question. With respect to Indian Constitution, consider the following amendments. How many of the above amended Part 4 of the Constitution? Part 4 എന്ന് പറയുന്നതും അതിൻ്റെ അമെൻമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ DPSP അമെൻഡ് ചെയ്തത് ഏതൊക്കെ ഏരിയാസ് എന്നുള്ളതാണ് ചോദ്യം ആയി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഫസ്റ്റ് അമെൻമെൻറ്റ് ഒഴികെ ഉള്ള 3 42nd അമെൻമെൻറ്റ്, 44th അമെൻമെൻറ്റ്, 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഈ 3 അമെൻമെൻറ്റ്സും എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഭാഗത്തിനെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഏതൊക്കെ ഭാഗങ്ങളാണ് അമെൻഡ് ചെയ്തിട്ടുള്ളത്, അതിൽ ഏതൊക്കെ അമെൻമെൻറ്റ്സ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അമെൻഡ് ചെയ്തത്, ഏതൊക്കെ പ്രൊവിഷൻസ് ആണെന്നുള്ളതും ഏതൊക്കെ അമെൻമെൻറ്റ്സ് ആണെന്നുള്ളതും കൃത്യമായി പഠിക്കണം. പ്രധാനമായും അമെൻമെൻറ്റ് നമ്പർ 1 എന്ന് പറയുന്ന അമെൻമെൻറ്റ് അത് ലാൻഡ് റൈറ്റ്സും ലാൻഡ് റിഫോംസും ആയിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ ചില റെസ്ട്രിക്ഷൻസും ഒക്കെയാണ് അതിൽ പ്രധാനമായും കൊണ്ടുവന്നത്. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി, ലാൻഡ് റിഫോംസ്, ഫ്രീഡം ഓഫ് സ്പീച്ച് പോലുള്ള ഭാഗങ്ങളൊക്കെയാണ് അമെൻമെൻറ്റ് 1 പ്രധാനമായും ടാക്കിൾ ചെയ്തത്. സോ ദി ആൻസർ ഹിയർ ഇസ് 52, ഓപ്ഷൻ സി. Moving on to the 53rd question. Statement 1. The bill for altering areas or boundaries of existing states can only be introduced in Parliament with the prior recommendations of the President. ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശരിക്കും സ്റ്റേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഫെഡറൽ യൂണിറ്റ്സിൻ്റെ ഏരിയാസിനെ ചേഞ്ച് ചെയ്യുന്ന ലെജിസ്ലേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ശരിക്കും പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രയർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഭാഗം ആവശ്യമാണ്. അത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഇനി പറയുന്നത് the president before recommending this bill in parliament has to refer the bill to the concerned state legislature and their views are binding on the president. അങ്ങനെ സ്റ്റേറ്റ്സിൻ്റെ വ്യൂസ് ബൈൻഡിങ് ആണെങ്കിൽ how can we say that India is a union of indestructible union of destructible states എന്ന് എങ്ങനെ പറയാം? What if the states do not permit their altering of the boundaries etc.? സോ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. സോ 53rd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് ഓപ്ഷൻ സി. Moving on to the 54th question. Which among the following articles in Part 3 of the Indian Constitution is regarded as necessary evil? നെസസറി ഈവിൾ എന്ന് പറയുന്ന വാക്ക് നമ്മളോട് പറയുന്നത് ഫ്രിക്ഷൻ ഒരു നെസസറി ഈവിൾ ആണ്. ഫ്രിക്ഷൻ കാരണം നമുക്ക് ഒരുപാട് എനർജി എക്സ്പെൻഡിച്ചർ അധികം വരുന്നുണ്ട്. പക്ഷേ ഫ്രിക്ഷൻ ഇല്ലാത്തൊരു ലോകത്ത് ശരിക്കും നമുക്ക് നോർമലായിട്ടുള്ള മൂവ്മെൻറ്റോ കൺട്രോളോ ഒന്നും പോസിബിൾ അല്ല. അതുപോലെ എന്താണ് ഇവിടെ ആവശ്യമുള്ളൊരു കാര്യം പക്ഷേ അതൊരു പ്രശ്നവും കൂടിയാണ് എന്നുള്ള ചോദ്യമാണുള്ളത്. ഇപ്പോൾ ആർട്ടിക്കിൾ 25 റിലീജിയൻ്റെ ആസ്പെക്ട്സ് ആണ് വരുന്നത്. അതിൽ കുറേ നല്ല കാര്യങ്ങളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. സോ ലെറ്റ്സ് ജസ്റ്റ് റിസർവ് ഇറ്റ് ദെയർ. ആർട്ടിക്കിൾ 22 അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്നുള്ള ഭാഗമാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആണ് പറയുന്നത്. അതെന്തായാലും ഒരു നെസസറി ഈവിളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. 17 പ്രധാനമായിട്ടും അത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി പോലുള്ള കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർട്ടിക്കിൾ 17 ശരിക്കും എന്തായി പറയാൻ പറ്റില്ല. വി കനോട്ട് സേ ദാറ്റ് അതൊരു നെസസറി ഈവിൾ എന്നുള്ള രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. സോ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ഗസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആർട്ടിക്കിൾ 22 ശരിക്കും ചില ഇൻഡിവിജ്വൽ ലിബർട്ടീസ് അല്ലെങ്കിൽ ഡിറ്റൻഷൻ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ട ചില റൈറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് ചില സമയത്തെങ്കിലും അത് ഒരു എന്താണ് ഇറ്റ് ആക്ട്സ് ആസ് എൻ ഈവിൾ, നെസസറി ഈവിളായി ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദി ആൻസർ ഇസ് 54C. ഇനി 52nd ക്വസ്റ്റ്യൻ ആണ്. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഇഷ്യൂയിങ് റിട്സ് ഇസ് വൈഡർ ദാൻ ദി ഹൈക്കോർട്ട്സ്. നമുക്കറിയാം സുപ്രീം കോർട്ടിൻ്റെ ടെറിട്ടോറിയൽ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ
ടെറിട്ടറി ഓഫ് ഇന്ത്യ തന്നെ അതിൽ വരുന്നുണ്ട്. അതേസമയം ഹൈക്കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഈസ് കോ ടെർമിനസ് വിത്ത് ദി ബൗണ്ടറി ഓഫ് ദി സ്റ്റേറ്റ്സ് ഓർ സ്റ്റേറ്റ് ഓർ യൂണിയൻ ഫോർ വിച്ച് ദ ഹൈക്കോർട്ട് ഇസ് എസ്റ്റാബ്ലിഷ്ഡ്. ഏത് സ്റ്റേറ്റിന് യൂണിയന് വേണ്ടിയിട്ടാണോ ആ ഹൈക്കോർട്ടിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അവരുടെ ടെറിട്ടറീസുമായി കോ ടെർമിനസ് ആണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ടിന് വൈഡർ ടെറിട്ടോറിയൽ എക്സ്റ്റെൻഡ് വിത്ത് റെസ്പെക്ട് ടു റിറ്റ് ജൂറിസ്ഡിക്ഷൻ ഉണ്ടെന്ന് പറയാം. ഇനി പാർലമെന്റ് ക്യാൻ എംപവർ എനി കോർട്സ് ടു ഇഷ്യൂ റിറ്റ്സ്. ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആർട്ടിക്കിൾ 32-ലും 226-ലുമാണ് റിറ്റ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് റെസ്പെക്റ്റീവ്ലി ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാർലമെന്റിന് റിറ്റ് ജൂറിസ്ഡിക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് ആർട്ടിക്കിൾ 32-ലും പറയുന്നുണ്ട്. സോ ദി ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി. ബോത്ത് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. Moving on to the 52nd question. With reference to fundamental rights as provided in Part 3 of the Indian Constitution. Part 3 of the Indian Constitution. Which among the following is correct? ഏതൊക്കെയാണ് ശരി? No fundamental rights can be curtailed by Parliament without a constitutional amendment. Constitutional amendment ഇല്ലാതെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കർട്ടെയിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആകാം. They are absolute in nature. സോറി, നൺ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ആബ്സല്യൂട്ട്. അല്ലേ? ഒരു ഫണ്ടമെന്റൽ റൈറ്റും ആബ്സല്യൂട്ട് അല്ല. റീസണബിൾ റെസ്ട്രിക്ഷൻസും കണ്ടീഷൻസും എല്ലാ ഫണ്ടമെന്റൽ റൈറ്റിനും ഉണ്ട്. തേർഡ്, ദേ ആർ അവൈലബിൾ ഓൺലി അഗെൻസ്റ്റ് ദി സ്റ്റേറ്റ് ആൻഡ് നോട്ട് അഗെൻസ്റ്റ് ഇൻഡിവിജ്വൽസ്. ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻഡിവിജ്വൽസ് സ്റ്റേറ്റിന് അഗെൻസ്റ്റ് മാത്രമായിട്ടല്ല കിട്ടുന്നത്. ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നമുക്ക് ഇൻഡിവിജ്വൽസിന് അഗെൻസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ അതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം അൺടച്ചബിലിറ്റി നമ്മൾ നേരത്തെ ആർട്ടിക്കിൾ 17 പറഞ്ഞു, അത് ഇവിടെ ആപ്ലിക്കബിൾ ആണ് അല്ലേ? സ്റ്റേറ്റിന് അഗൻസ്റ്റ് മാത്രമായിട്ടല്ലല്ലോ, ഇൻഡിവിജ്വൽസിന് അഗൻസ്റ്റും കിട്ടുമല്ലോ ആ റൈറ്റ്. സോ അതുകൊണ്ട് സി തെറ്റാണ്. ഇത് എന്തായാലും തെറ്റാണ്. ആബ്സല്യൂട്ട് തെറ്റാണെങ്കിൽ ഡിയും തെറ്റാകണം. പിന്നെ ഉള്ളത് എയും സിയും തമ്മിലുള്ള കൺഫ്യൂഷനാണ്. ഇതിൽ എന്തായാലും എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. Moving on to the 57th question. Which among the following best explains correlation between liberty and rights? ലിബർട്ടിയും റൈറ്റ്സും തമ്മിൽ ഉള്ള കോറിലേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, they are dependent as rights have no meaning without liberty. റൈറ്റ്സ് എന്ന് പറയുന്നത്, അവകാശങ്ങൾ എന്ന് പറയുന്നതിന് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ലിബർട്ടി ഇല്ലെങ്കിൽ ആ റൈറ്റ്സ് കൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് റിസർവിൽ വെക്കാം. ലിബർട്ടി ഈസ് ദി ആബ്സെൻസ് ഓഫ് റൈറ്റ്സ്. റൈറ്റ്സ് ഇല്ലാതിരിക്കുന്നതാണോ ലിബർട്ടി? അതെന്തായാലും തെറ്റാണ് അല്ലേ? ദേ ഹാവ് എ നെഗറ്റീവ് കോറിലേഷൻ വേർ ആൻ ഇൻക്രീസ് ഇൻ വൺ റിസൾട്ട്സ് ഇൻ ദ ഡിക്രീസ് ഓഫ് അനദർ. അപ്പോൾ ലിബർട്ടി, നമുക്ക് സ്വാതന്ത്ര്യം നമ്മൾ ആസ്വദിക്കും തോറും നമ്മളുടെ അവകാശങ്ങൾ കുറയുമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഒരിക്കലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ചില ഇൻസ്റ്റൻസസ് ചിലപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്താൽ തന്നെ അത് എപ്പോഴും ട്രൂ ആവണമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും സി തെറ്റാണ്. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് കൺസെപ്റ്റ് വിത്ത് നോ കോറിലേഷൻ എന്നും പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ദേ ആർ ഡിപ്പെൻഡൻറ്റ് ആസ് റൈറ്റ്സ് ഹാവ് നോ മീനിങ് വിത്തൗട്ട് ലിബർട്ടി അല്ലേ? ഇതെന്തായാലും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റായി നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ 57th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് എ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു 58th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ്. ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആണ് നമ്മളോട് പറയുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ദാറ്റ് ദ പാർലമെന്റ് മേ ബൈ ലോ പ്രൊവൈഡ് ഫോർ അഡ്ജുഡിക്കേഷൻ ഓഫ് ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ്. യെസ്, പാർലമെന്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സിനെ റിസോൾവ് ചെയ്യണമെന്ന് അതിനുള്ള അഡ്ജുഡിക്കേഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ 2-3 സ്റ്റേറ്റ്സ് ഒക്കെ ആയിരിക്കും വാട്ടർ ഡിസ്പ്യൂട്ട്സ് വരുന്നത്. അപ്പോൾ അതിന് ആ സ്റ്റേറ്റിന് ആ ഡിസ്പ്യൂട്ട്സിന് റിസോൾവ് ചെയ്യാൻ അതിനേക്കാളും കുറച്ചും കൂടി ഇൻറ്റഗ്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഹയർ അതോറിറ്റിക്ക് ആയിരിക്കും പോസിബിൾ ആവുക. ആ ലോജിക് അപ്ലൈ ആണെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ പറയാം പാർലമെന്റ് ആണെന്നുള്ളത്. ഇനി പാർലമെന്റ് മേ പ്രൊവൈഡ് ദാറ്റ് നീദർ ദ സുപ്രീം കോർട്ട് നോർ ദി ഹൈ കോർട്ട് ഈസ് ടു എക്സസൈസ് ജുറിസ്ഡിക്ഷൻ റെസ്പെക്ട് ഓഫ് എനി സച്ച് ഡിസ്പ്യൂട്ട് ഓർ കംപ്ലയിന്റ്. പാർലമെന്റ് വേണമെങ്കിൽ പറയാം കോർട്സ് ഒന്നും ഇതിൽ അനാവശ്യമായി ഇടപെടാൻ പാടില്ല എന്നുള്ള പ്രൊവിഷൻ കൊണ്ടുവരാമെന്ന് ആർട്ടിക്കിൾ 262 കൃത്യമായി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 262 ആണ് റിവർ ഡിസ്പ്യൂട്ട്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റിവർ ബോർഡ്സ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഇന്റർസ്റ്റേറ്റ് റിവേഴ്സ് ആൻഡ് റിവർ വാലീസ്. ഈ റിവർ വാലീസും റിവർ ബോർഡ്സും ഒക്കെ ഓരോരോ റിവർ വാലീസ് ഉണ്ടാവുമല്ലോ, ഓരോരോ റിവർ
എന്താണ് ബോർഡ്സ് ആവശ്യമായി വരുമല്ലോ. അപ്പോൾ എല്ലാത്തിനെയും പറ്റിയും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തത്തിൽ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയും റിവർ ബോർഡ്സിൻ്റെ സ്ട്രക്ചർ ഒന്നും എങ്ങും പഠിച്ച് കാണില്ല അല്ലേ? അപ്പോൾ ആ ഒരു ഗസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രൊവൈഡ്, റാദർ ഇറ്റ് ഈസ് എ ലോ ദാറ്റ് ആക്ച്വലി പ്രൊവൈഡ്സ്. സോ അതുകൊണ്ട് തന്നെ 1ഉം 2ഉം കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദ ആൻസർ ഹിയർ ഇസ് ബോക്സ്. Moving on to the 59th question. Which of the following provisions of Part 4 were not part of the original constitution? Original constitutionന്റെ ഭാഗമല്ലാത്ത DPSPC, Directive Principles of State Policy amendment ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ അമെൻമെൻറ്റ് ഏതൊക്കെ DPSP കൊണ്ടുവന്നു എന്നുള്ളത് ചെറിയൊരു നോട്ടാക്കി വെക്കുക, റിവൈസ് ചെയ്യുക. ഇവിടെ പറയും ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് അത് പിന്നെ ലേറ്റർ ഓൺ ആഡ് ചെയ്ത ഒരു പ്രൊവിഷനാണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ പറയുന്നത് മിനിമൈസിങ് ദി ഇൻഇക്വാളിറ്റീസ് ഓഫ് ഇൻകം, അതും ലേറ്റർ ഓൺ ആഡ് ചെയ്താണ് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. ടു സെക്യൂർ എ യൂണിഫോം സിവിൽ കോഡ്, സെക്യൂർ എ യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44-ലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നോട്ട് പാർട്ട് ഓഫ് ദി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ 1ഉം 2ഉം ആൻസർ ബോക്സ് ആണ്. 59ൻ്റെ ആൻസർ ബോക്സ് ആണ്. സോ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഗസ് ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലത്. അതുകൊണ്ട് തന്നെ ജനറൽ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് നോളജും ഇല്ലാതെ ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. 60th question. With reference to the Indian Constitution, how many of the following provisions are enshrined in the Directive Principles of State Policy? Directive Principles of State Policy-യിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ഒന്ന്, to prohibit the consumption of alcohol. ആൽക്കഹോളിൻ്റെ കൺസംഷൻ കുറയ്ക്കണം എന്നുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ആർട്ടിക്കിൾ 47-ൽ ദ സ്റ്റേറ്റ് ഷാൽ എൻഡിവർ ടു ബ്രിങ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുണ്ട്. ഇനി ടു സെക്യൂർ പബ്ലിക് അസിസ്റ്റൻസ് ഇൻ കേസസ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള സാഹചര്യത്തിൽ പബ്ലിക് അസിസ്റ്റൻസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി ടു ഫെസിലിറ്റേറ്റ് ദ യൂസ് ഓഫ് മദർ ടങ് ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ. മദർ ടങ് പ്രൈമറി എഡ്യൂക്കേഷനിൽ പറയണം എന്നുള്ളത് മൈനോറിറ്റിയുടെ റൈറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 350-ലാണത് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി Directive Principles of State Policy. To make provisions for humane treatment of refugees. റെഫ്യൂജീസിനെ പറ്റി ആക്ച്വലി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെങ്ങും സംസാരിക്കുന്നില്ല. ആക്ച്വലി ഇറ്റ് ഓൺലി ടോക്സ് അബൌട്ട് ദി ഇൻ്റർനാഷണൽ റിലേഷൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. റെഫ്യൂജി എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യുന്നില്ല. സോ ഇത് രണ്ടും തെറ്റാണ്. ദ ആൻസർ ഹിയർ ഇസ് ബോക്സ്. മൂവിങ് ഓൺ ടു ദി 61st question. Consider the following statement with respect to presidential system of government. Presidential system of government-നെ പറ്റിയാണ് നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. ഒന്ന്, the executive is constitutionally independent to the legislature in respect of its term of office. ശരിയാണ്. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. മറ്റത് റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് ദി എക്സിക്യൂട്ടീവ് ഈസ് അക്കൗണ്ടബിൾ ടു ദി ലെജിസ്ലേച്ചർ. ഇനി എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ ആർ ഫ്രീ ടു ഡിസഗ്രി വിത്ത് ഈച്ച് അതർ. അവർ ഡിസഗ്രി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ. ദി പ്രസിഡന്റ് ഹാസ് എ ഫിക്സഡ് ടെന്യുവർ ബട്ട് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ എ വോട്ട് ഓഫ് നോ കോൺഫിഡൻസ്. ഇല്ല, പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെ വോട്ട് ഓഫ് കോൺഫിഡൻസ് അല്ല എടുക്കുക, അവിടെ ഒരു ഇംപീച്ച്മെൻ്റ് ആണ് ശരിക്കും അവിടെ വേണ്ടത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ വെരി ടഫ് പ്രൊസീജിയർ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കറക്റ്റ് ആൻസർ ഇസ് ബോക്സ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. മൂവിങ് ഓൺ ടു ദി 62nd question. എന്താണ് 62nd question പറയുന്നത്? കുറച്ച് ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൗ മെനി ഓഫ് ദി ഗിവൺ എബവ് ആർ ഫീച്ചേഴ്സ് ഓഫ് ദ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്? പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഒന്ന് പൊളിറ്റിക്കൽ ഹോമോജനിറ്റി.
ഈ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പൊളിറ്റിക്കൽ ഹോമോജനിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. കാരണം പാർലമെൻ്ററി സിസ്റ്റം ആ ഒരു ഗവൺമെൻറ്റിൽ വരുന്ന ആൾക്കാർക്ക് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും. മെജോറിറ്റി പാർട്ടിയാണ് ഭരിക്കുക. ഡിസൊല്യൂഷൻ ഓഫ് ലോവർ ഹൗസ്, ലോക്സഭ ഡിസോൾവ് ചെയ്യുന്നു. ഡബിൾ മെമ്പർഷിപ്പ് ശരിയാണ്. എക്സിക്യൂട്ടീവായി വരുന്ന ആൾ ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമാണ്. പ്രൈം മിനിസ്റ്റർ ഗവൺമെൻറ്റുമാണ്, പ്രൈം മിനിസ്റ്റർ പാർലമെൻറ്റിലെ മെമ്പറുമാണ്. ഇനി സീക്രസി എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം. ഓത്ത് ഓഫ് സീക്രസി അവർ എടുക്കാറുണ്ട്. സോ അത് ഇതിൻ്റെ ഭാഗമാണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഓൾദോ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമുക്ക് പാർലമെൻ്ററി സിസ്റ്റത്തിൽ എൻഷുർ ചെയ്യാൻ പറ്റില്ല. സ്റ്റേബിൾ ഗവൺമെൻറ്, എപ്പോഴും ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഒന്നും വരാൻ പറ്റില്ല. എപ്പോഴാണോ അവർക്ക് സപ്പോർട്ട് ലൂസ് ചെയ്യുന്നത്, വോട്ട് ഓഫ് കോൺഫിഡൻസ് കിട്ടാതെ വരുന്നത്, അപ്പോഴൊക്കെ ഗവൺമെൻറ് താഴെ വീഴുന്ന അവസ്ഥയുണ്ട്. സോ ഇതിൽ നമുക്ക് 1, 2, 3, 4, 5 ശരിക്കും ഭാഗം കറക്റ്റായിട്ട് വരുന്നുണ്ട്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. മൂവിങ് ഓൺ ടു ദി 63rd ക്വസ്റ്റ്യൻ. 63rd ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ക്വസ്റ്റ്യൻ പറയുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട്. പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒന്ന്, സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെൻറ്, ബോർഡ് ഓഫ് കൺട്രോൾ ആൻഡ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു ഡ്യൂറിങ് ദി കൊളോണിയൽ എറ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിച്ച സമയത്ത് ഈ ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഡബിൾ ഗവൺമെൻറ് എന്ന് വിളിച്ചിരുന്നു. ഈ ഡബിൾ ഗവൺമെൻറ് ആക്ച്വലി എൻഡ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ദാറ്റ് കെയിം ആഫ്റ്റർ ദി റിവോൾട്ട് ഓഫ് 1857. റിവോൾട്ട് ഓഫ് 1857 ശേഷം വന്ന ഈ ഒരു ആക്ടിലാണ് ശരിക്കും ഈ ഒരു സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെൻറ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എൻഡ് ചെയ്തത്. ഇനി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861 ഗേവ് റെക്കഗ്നിഷൻ ടു ദ പോർട്ട്ഫോളിയോ സിസ്റ്റം. പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമൊക്കെ ശരിക്കും നിലവിൽ വരുന്നത് 1862 1861 കൗൺസിൽസ് ആക്ടിലാണ്. അത് ലോർഡ് കാനിങ് ആണ് അത് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ വുമൺ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1909. സ്ത്രീകൾക്കൊരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1909 റിഫോംസ് ആണെന്നാണ് പറയുന്നത്. ശരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 അതുവരെ ഉണ്ടായിരുന്ന സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ സ്ത്രീകൾക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ശരിക്കും ഈ ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന് എഗൻസ്റ്റ് ആയിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊട്ടസ്റ്റുകളെയൊന്നും വകവയ്ക്കാതെ ഈ ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് സിസ്റ്റം അതിനെ ഒന്നും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കണ്ടത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 റെസിഡ്യൂറി പവേഴ്സ് വെയർ ഗിവൺ ടു ദി വൈസ്രോയ്. വൈസ്രോയ്ക്ക് റെസിഡ്യൂറി പവേഴ്സ് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. റെസിഡ്യൂറി പവേഴ്സ് വൈസ്രോയ്ക്കാണ് ഉണ്ടായിരുന്നത്. സോ ദി ആൻസർ ഹിയർ ഇസ് 1, 2, 4 ഓപ്ഷൻ സി ആണ്. ഈ ഒരു ചോദ്യത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഗസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, കോൺസ്റ്റിറ്റ്യൂഷണൽ സൈഡിലും ഹിസ്റ്ററി എന്ന് പറയുന്ന സൈഡിലും ഈ റെഗുലേറ്റിംഗ് ആക്ട് തൊട്ട് നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആ ഒരു 1947 ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ സാധനങ്ങൾ മാത്രം ഒരു നോട്ട് പോലെ വല്ലതും ഉണ്ടാക്കി വെച്ചാൽ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, അതൊന്ന് സീരിയസ്ലി നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിലൊരു ഗസ് വർക്കൊന്നും അതിൽ വർക്കാവില്ല. ഇനി 64th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ എ ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യൻ ഫെഡറേഷൻ ഇസ് ദ റിസൾട്ട് ഓഫ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. എഗ്രിമെന്റ് ത്രൂ ഫെഡറേഷൻ ഫോം ചെയ്തിട്ടുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ്. ഇനി സ്റ്റേറ്റ്സ് ഹാവ് നോ റൈറ്റ് ടു സീഡ് ഫ്രം ദി ഫെഡറേഷൻ. ശരിയാണ്, സ്റ്റേറ്റ്സിന് ഫെഡറേഷനിൽ നിന്നും ഒഴിഞ്ഞു പോകാനെന്നുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നില്ല. ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദി ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ എ. മൂവിങ് ഓൺ ടു ദി 65th ക്വസ്റ്റ്യൻ. എന്താണ് 65th ക്വസ്റ്റ്യൻ പറയുന്നത്? 65th ക്വസ്റ്റ്യൻ പറയുന്നത്
വിച്ച് ഓഫ് ദ ഫോളോയിങ് റെക്കമെൻഡഡ് കോപ്പറേറ്റീവ് ഫെഡറലിസം വിൽ ബി കീ ഫോർ സസ്റ്റൈനിങ് ഇന്ത്യാസ് യൂണിറ്റി? കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ് വേ ഫോർവേഡ് എന്ന് പറഞ്ഞ കമ്മീഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ ഇൻറ്റഗ്രിറ്റി, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഈ കാര്യങ്ങൾക്കൊക്കെ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ആശയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ കമ്മീഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗം സ്കിപ്പ് ചെയ്യരുത്. കാരണം ജഡ്ജ്മെൻറ്റ്സ് വേണമെങ്കിൽ ചോദിക്കാം. ജഡ്ജ്മെൻറ്റ്സ് ആയിട്ട് ചോദിച്ചില്ലെങ്കിലും ആ ജഡ്ജ്മെൻറ്റ്സിൻ്റെ ക്രക്സ് എന്താണെന്നോ അതിൻ്റെ മേജറായിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻ എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെയാണ് ഈ കമ്മീഷൻസ് അതിൻ്റെ ഒരു ബ്രോഡർ ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ അറിഞ്ഞാൽ മതി. ക്രക്സ് ആയിട്ട് പറയുന്ന കാര്യം അറിഞ്ഞാൽ മതി, എല്ലാ ഫീച്ചേഴ്സൊന്നും പറയണ്ട. ഇപ്പം ഇതിൽ തന്നെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ പുഞ്ചി കമ്മീഷനാണ് ആക്ച്വലി ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സെൻട്രൽ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റ് കോപ്പറേറ്റീവ് ഫെഡറലിസം ഒക്കെ ഡിസ്കസ് ചെയ്തത് പുഞ്ചി കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനാണ്. ഇനി ഈ ഷാ കമ്മീഷനൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ എമർജൻസിക്ക് ശേഷമുള്ള അട്രോസിറ്റീസും സിവിൽ റൈറ്റ്സ് എത്രത്തോളം വയലേറ്റഡ് ആയി അതൊക്കെ ഡിസ്കസ് ചെയ്തൊരു കമ്മീഷനാണ് ഷാ കമ്മീഷൻ. രാജാ മന്നാർ കമ്മീഷൻ തമിഴ്നാട് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തൊരു കമ്മീഷനാണ്. ദിനേശ് ഗോസ്വാമി കമ്മിറ്റി ഇലക്ട്രൽ റിഫോംസുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത്രയും അറിയാമെന്നുണ്ടെങ്കിൽ ഇത് എലിമിനേറ്റ് ചെയ്ത് പുഞ്ചി കമ്മീഷൻ എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. Now, 66th question. Which of the above schedules of the Constitution of India have a bearing on tribal communities? ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് കൊടുത്ത എക്സ്ക്ലൂസീവ് പ്രൊവിഷൻ ഒന്നും ഇവിടെ എടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷേ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ ഡയറക്റ്റ്ലി ഇൻഡയറക്ട്ലി കണക്ട് ചെയ്യുന്ന ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടത്, ഞാൻ ക്ലാസ്സിലും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഷെഡ്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഷെഡ്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. ഇത് നമുക്ക് മനസ്സിലാവും. ഷെഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇറ്റ് ഡസൻ ഡീൽ വിത്ത് എനി റിലേഷൻഷിപ്പ് അല്ല അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഓത്ത് ആൻഡ് അഫിർമേഷൻസ് ഓഫ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ എൻറ്റിറ്റീസ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ഓത്ത് ആൻഡ് അഫിർമേഷൻസ് പറയുന്നത് കൊണ്ട് അവിടെ ട്രൈബൽ കമ്മ്യൂണിറ്റീസുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും വരുന്ന കാര്യം ഭയങ്കര കുറവാണ്. ഷെഡ്യൂൾ 5 നമുക്കറിയാം, അതിൽ ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷെഡ്യൂൾ 7 നമുക്കറിയാം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ് പറയുന്നത്. ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൻ്റെ അടിയിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ എന്തെങ്കിലും ഒരു സബ്ജക്ട് മാറ്റർ വരാനുള്ള സ്കോപ്പ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഇതും എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഇതെന്തായാലും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ 3 ഇല്ലെങ്കിൽ നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാം. 2ഉം 4ഉം ഇല്ലെങ്കിൽ നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ആൻസറിൽ എത്തും. ഈ ഷെഡ്യൂൾ 1 ശരിക്കും ട്രൈബൽസ് ഓഫ് ആസാമിലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഷെഡ്യൂൾ 1 അത് ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഷെഡ്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അറിയാമെങ്കിൽ 3 എലിമിനേറ്റ് ചെയ്തുകൊണ്ട് 4ഉം ഷെഡ്യൂൾ 5ഉം ഷെഡ്യൂൾ 7ഉം എന്തെങ്കിലും ട്രൈബൽ കമ്മ്യൂണിറ്റീസുമായി കണക്റ്റഡ് ആണെന്ന് ഗസ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഓപ്ഷൻ സിയിലേക്ക് എത്താൻ പറ്റും. മൂവിങ് ഓൺ ടു ദി 67th question. 26th November is celebrated as a constitutional day. ഈ ഒരു ചോദ്യത്തെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിളൊക്കെ പഠിച്ചിട്ട് പോകണം. പ്രിയാമ്പിൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇഫ് യു ടേക്ക് എഫേർട്ട് അത് പഠിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിയാമ്പിളിനെ ബേസിസിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രിയാമ്പിളിൽ പറയുന്ന ഓരോ അതിൽ യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ചോദിച്ചത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേയുമായി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം വന്നിരുന്നു. അതൊക്കെ നമുക്ക് പ്രിയാമ്പിൾ അറിയാമെങ്കിൽ നമുക്ക് റിസോൾവ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇവിടെ പറയുന്നത് 26 November is celebrated as a constitutional day. ഇത് ശരിക്കും ശരിയാണ്. 26 November ആണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ നമ്മൾ അപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്യുന്നതായി പ്രിയാമ്പിളിൽ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഇഫക്റ്റ് ഇൻ 26 November 1949 and it is mentioned in the preamble എന്നാണ് പറയുന്നത്. ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് 1949 November 26 പക്ഷേ നമ്മൾ 26 January കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇഫക്റ്റ് വരുന്നത് 1950 January 26. അതുകൊണ്ടാണ് നമ്മൾ അന്ന് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ
നമുക്ക് തന്നെ തന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത് 26 നവംബർ 1949 ആണെങ്കിലും ഇതിനെ എഫക്റ്റിൽ നമ്മൾ എടുത്തത് ജാനുവരി 26, 1950 ആണ്. അതുകൊണ്ട് തന്നെ കെയിം ഇൻ ടു ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം തെറ്റായിട്ട് നമുക്ക് എടുക്കാം. സോ ദ ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി. 68th question. Consider the following statement with respect to constitutional history. Members of the interim government were members of the Viceroy's Council. ശരിക്കും ഒരു ഇൻടേം ഗവൺമെന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു വൈ ദ ബ്രിട്ടീഷേഴ്സ് ലെഫ്റ്റ് ഇന്ത്യ. സോ അത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് ഇൻടേം ഗവൺമെന്റായി ആക്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത്, ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ആൻ എൻറ്റയർലി എലക്റ്റഡ് ബോഡി. തെറ്റാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓൾസോ ഹാവ് നോമിനേറ്റഡ് മെമ്പേഴ്സ്. പാർട്ട്ലി എലക്റ്റഡ്, പാർട്ട്ലി നോമിനേറ്റഡ് ആയിരുന്നു. പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരെ പോയി എലക്ട് ചെയ്യാൻ പറ്റുമോ? ഇനി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ബിക്കെയിം ദ ഫസ്റ്റ് പാർലമെന്റ് ഓഫ് ഫ്രീ ഇന്ത്യ. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പുതിയൊരു എലക്ഷൻ നടന്ന് ഗവൺമെന്റ് വരുന്നത് വരെ പാർലമെൻ്റായിട്ട് ആക്ട് ചെയ്തത്, പുതിയൊരു ലോക്സഭയൊക്കെ വരുന്നത് വരെ പാർലമെൻ്റായിട്ട് ആക്ട് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തന്നെയാണ്. സോ ദി ആൻസർ ഹിയർ ഇസ് ബോക്സ്, ഓൺലി 2. 69th question ആണ്. The destruction of a place of worship for both religions A and B in a state occurred due to communal riots between the two religions. കമ്മ്യൂണൽ റൈറ്റ്സ് കാരണം എയുടെയും ബിയുടെയും ഡിസ്ട്രക്ഷൻ ഓഫ് പ്ലേസസ് ഓഫ് വർഷിപ്പ് നടന്നു. രണ്ടുപേരുടെയും പ്ലേസസ് ഓഫ് വർഷിപ്പ് നഷ്ടമായി. സബ്സീക്വൻ്റ്ലി ദ സ്റ്റേറ്റ് ഗവൺമെൻറ് യൂസ് പബ്ലിക് ഫണ്ട്സ് ടു റിസോൾവ് ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ഫോർ ബോത്ത് റിലീജിയൻസ്. സ്റ്റേറ്റ് ഗവൺമെൻറ് പബ്ലിക് ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഈ രണ്ട് മതങ്ങളുടെയും പ്ലേസസ് ഓഫ് വർഷിപ്പിനെ റീസ്റ്റോർ ചെയ്തു. ഇൻ ദിസ് സിറ്റുവേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആർട്ടിക്കിൾ 27 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 27മായി കണക്റ്റഡ് ആയിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സെക്യുലർ ആയിട്ടുള്ളൊരു രാജ്യമാണ് നമ്മളുടേത്. അതുപോലെ തന്നെ പബ്ലിക് ഫണ്ട്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള പ്രൊവിഷനുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് കണ്ടക്ട് ബ്രീച്ചസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബൈ എൻഡോസിങ് ഓർ ഫേവറിങ് പർട്ടിക്കുലർ റിലീജിയൻസ്. എൻഡോസിങ് ആൻഡ് ഫേവറിങ് പർട്ടിക്കുലർ റിലീജിയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം രണ്ട് റിലീജിയൻസിനെയും ഈക്വലായി ട്രീറ്റ് ചെയ്തുകൊണ്ട് ഒരു റെസൊല്യൂഷനിലേക്കാണ് അവിടെ പോയിട്ടുള്ളത്. The state governments conduct alliance with the Constitution of India as it refrains from endorsing or favoring a particular religion. അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്. കാരണം ഏതെങ്കിലും ഒരു റിലീജിയൻ്റെ പ്രൊമോഷന് വേണ്ടി സ്റ്റേറ്റ് ഫണ്ട്സ് ഇവിടെ യൂസ് ചെയ്യല്ല ചെയ്തത്, രണ്ട് റിലീജിയൻസിനെയും ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ടക്ട് വയലേറ്റ്സ് ഫ്രീഡം ഓഫ് റിലീജിയൻ ബൈ പെർമിറ്റിംഗ് കമ്മ്യൂണൽ വയലൻസ്. അതൊന്നും പറയാൻ പറ്റില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ടക്ട് അഡ്ഹിയേഴ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആസ് ഇറ്റ് എൻഡോസസ് ഓർ ഫേവർ സ്പെസിഫിക് റിലീജിയൻ. അങ്ങനെ സ്പെസിഫിക് റിലീജിയനെ എൻഡോസ് ചെയ്യാനൊന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ പെർമിഷൻ കൊടുക്കുന്നില്ല. സോ ദ മോസ്റ്റ് കറക്റ്റ് ആൻസർ ഇസ് ബോക്സ് എന്ന് പറയേണ്ടി വരും. ഇനി മൂവിങ് ഓൺ ടു ദ 70th question. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താണ്? പ്രൊവൈഡിങ് ബേസിക് റൂൾസ് ഫോർ മിനിമൽ കോർഡിനേഷൻ എമംഗ് ദി മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റീസിൻ്റെ ഇടയിൽ ഒരു മിനിമൽ കോർഡിനേഷൻ അത് എൻഷുർ ചെയ്യുന്നുണ്ട്. ടു എൻഷുർ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ പൊളിറ്റിക്സ്. ഇതെന്തായാലും ഇല്ല. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്സ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല. സെറ്റ് സം ലിമിറ്റ്സ് ഓൺ വാട്ട് എ ഗവൺമെൻറ് ക്യാൻ ഇമ്പോസ് ഓൺ സിറ്റിസൺസ്. ശരിയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ലിമിറ്റ് ഉണ്ട്, ഗവൺമെൻറ്റിന് ആക്ട് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം സിറ്റിസൺസിന് അവിടെ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ടു ഇനേബിൾ ദ ഗവൺമെൻറ് ടു ഫുൾഫിൽ ദ ആസ്പിറേഷൻസ് ഓഫ് ദ സൊസൈറ്റി. ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പം DPSP ഒക്കെ ശരിക്കും എന്താ ചെയ്യുന്നത്? ജനങ്ങളുടെ ഒരു ആസ്പിറേഷൻ, സോഷ്യോ വെൽഫെയർ ആസ്പെക്ട് ഒക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡി തെറ്റാവേണ്ട കാര്യമില്ല. ബേസിക് റൂൾസ് ഫോർ മിനിമൽ കോർഡിനേഷൻ, ഒരു മിനിമൽ ലെവൽ ഓഫ് കോർഡിനേഷൻ എങ്കിലും അത് എൻഷുർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കോൺസ്റ്റിറ്റ്യൂഷൻ ചില ഡ്യൂട്ടീസൊക്കെ നമുക്ക് തരുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു സ്പിരിറ്റ് ഓഫ് ബ്രദർഹുഡ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിച്ചാലും ശരിയായിട്ട് എടുക്കാം. സോ ബോക്സ് ആണ് ഇതിൽ തെറ്റ്. ആക്റ്റീവ് പൊളിറ്റിക്സിൻ്റെ കാര്യമൊന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു രീതിയിലും അത് എൻഫോഴ്സ് ചെയ്യുന്നില്ല. മൂവിങ് ഓൺ ടു ദി 71st question. Consider the following adopted provisions. കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കോക്ടെയിൽ ആണെന്ന് പറയേണ്ടി വരും. നമ്മൾ ഒരുപാട് പ്രൊവിഷൻസ് പല രാജ്യങ്ങളിൽ നിന്നും എടുത്തിട്ടുണ്ട്. വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കണം. കാരണം അത് തെറ്റാക്കിയാൽ അത് ശരിയാക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഫാക്ട്സ് പഠിച്ചു വരുന്ന ആൾക്കാരുണ്ടാവും.
അപ്പം നമ്മളുടെ മാർക്ക് താഴേക്ക് പോകും. ഇവിടെ പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ. നമുക്കറിയാം ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോ പോലുള്ള കൺസെപ്റ്റൊക്കെ US-ലാണുള്ളത്. റെസിഡ്യുവൽ പവേഴ്സ് എങ്ങനെ പോകണം എന്നുള്ളത് നമ്മൾ കാനഡയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. കാരണം അവിടെ യൂണിയൻ എന്ന് പറയുന്ന ഭാഗമൊക്കെ നമ്മൾ കാനഡയ്ക്ക് സിമിലർ ആയിട്ടുള്ള ഒരു യൂണിയനാണ് ഇന്ത്യക്കുള്ളത്. റൂൾ ഓഫ് ലോ ശരിക്കും ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ ആവില്ല. ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് നമുക്ക് ആക്ച്വലി കൺഫ്യൂഷൻ ആവാം. ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഭാഗം ശരിക്കും ഡിസ്കസ് ചെയ്യുന്നത് അത് USA-യിൽ നിന്നാണ് നമ്മൾ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഭാഗം അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, നോട്ട് ഫ്രം സൗത്ത് ആഫ്രിക്ക. സോ 1, 2, 3 കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. Moving on to the 72nd question. Consider the following statement with reference to relation between center and state. സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനെ പറ്റിയാണ് ചോദ്യം. Parliament has exclusive powers to levy taxes on subjects enumerated in the union list and state list. അങ്ങനെ പാർലമെന്റിന് തന്നെ കളക്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലിസ്റ്റ് അല്ലേ? അപ്പം ഇത് തെറ്റാണ്. ഇനി പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് have concurrent powers to make laws governing goods and services tax. Goods and services tax related ആയിട്ടുള്ള നിയമം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം പാർലമെന്റിനും ഉണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് GST എന്ന് പറയുന്ന ഒരു ഭാഗം 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി വന്ന GSTയിൽ സെൻട്രൽ പാർലമെന്റിനും സ്റ്റേറ്റിനും ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ഉണ്ടാക്കാം. ഇറ്റ് വാസ് ഓൾസോ ഇന്റർപ്രറ്റഡ് ബൈ ദ സുപ്രീം കോർട്ട്. ഇഫ് ദി സ്റ്റേറ്റ് സോ ഡിസയേഴ്സ് ദേ ക്യാൻ ഗോ എഗൻസ്റ്റ് ദി ഡിസിഷൻസ് ഓഫ് ദി GST കൗൺസിൽ. GST കൗൺസിൽ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഉണ്ട്. ആ കൗൺസിലിന്റെ ഡിസിഷൻസ് എഗൻസ്റ്റ് വേണമെങ്കിലും പോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. സോ ദി ആൻസർ ഹിയർ ഇസ് ബോക്സ്. 72 ആൻസർ ബോക്സ് ആണ്. ഇനി 73rd ക്വസ്റ്റ്യൻ. 73rd പറയുന്നത് consider the following statement. Parliament has the power to form a new state or union territory by uniting a part of any state or union territory to any other state or union territory. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പ്രൊവൈഡഡ് ഇറ്റ് ഈസ് ദി പാർലമെന്റ്. പാർലമെന്റിന് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എന്ത് കോമ്പിനേഷൻ വേണമെങ്കിലും ചെയ്യാം. അത് നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. യൂണിയൻ ഗവൺമെന്റ് ക്യാൻ ഓൾട്ടർ ദി നെയിം ഓഫ് എനി സ്റ്റേറ്റ് ബൈ എക്സിക്യൂട്ടീവ് ഓർഡർ. ഏതെങ്കിലും ഒരു യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ പേര് യൂണിയൻ ഗവൺമെന്റിന് ഒരു ഓർഡർ വഴി അങ്ങ് ചേഞ്ച് ചെയ്ത് കളയാം എന്നാണ് പറയുന്നത്. അല്ല, പാർലമെന്റ് ബൈ ലോ ക്യാൻ ഡിമിനിഷ് ദി ഏരിയ ഓർ എക്സ്റ്റെൻഡ് ഓർ ഓൾട്ടർ ദി ബൗണ്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ് or alter the name of any state എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് കനോട്ട് ബി ഡൺ ത്രൂ എനി എക്സിക്യൂട്ടീവ് ഓർഡർ. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. പ്രയർ കൺസെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഇസ് റിക്വയർഡ് ഇൻ ഓർഡർ ടു ചേഞ്ച് ദി നെയിംസ് ഓഫ് ദ സ്റ്റേറ്റ്. ആദ്യമേ പ്രയർ കൺസെന്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രൊവിഷൻ ഒന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങും പറയുന്നില്ല. സോ 2ഉം 3ഉം തെറ്റാണ്. അപ്പോൾ ആൻസർ ബോക്സ് ആണ് വരിക. Moving on to the 74th question. Consider the following statement with respect to term sovereign. Sovereign എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം പരമാധികാരമാണ് സോവറിൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ആർക്കാണ് ശരിക്കും പരമാധികാരമുള്ളത്, അല്ലെങ്കിൽ എന്താണ് പരമാധികാരം എന്നുള്ളതാണ് ചോദ്യം. Consider the following statement with respect to the term sovereign mentioned in the Indian Constitution. People have the supreme right to make decisions on internal as well as external matters. ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മാറ്റേഴ്സിൽ ഡിസിഷൻ എടുക്കാം. ഇവിടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മാറ്റേഴ്സിൽ അവർക്ക് ഡിസിഷൻ എടുക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. ആൾക്കാർക്ക് ഡിസിഷൻ എടുക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് ഇന്റേണൽ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞിട്ടില്ല, എവിടെയാണെന്നും പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഇൻഹെറന്റ്ലി തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കാരണം സോവറിനിറ്റി ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ജനങ്ങൾക്കൊരു പരമാധികാരം ഉണ്ടെന്ന് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വിശ്വസിക്കുന്നത്, പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സോവറിൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പീപ്പിൾ വരുന്നുള്ളത് കൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റേണ്ട കാര്യമില്ല. ഇനി നോ എക്സ്റ്റേണൽ പവർ ക്യാൻ ഡിക്റ്റേറ്റ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അത് തന്നെയാണ് ശരിക്കും സോവറിനിറ്റിയുടെ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. പുറത്തുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യക്കൊന്നും ഡിക്റ്റേറ്റ് ചെയ്ത് തരാൻ പറ്റില്ല. ഇന്ത്യ സോവറിൻ പരമാധികാരമുള്ള രാജ്യമാണ്, സ്വയമേ അത് തീരുമാനങ്ങൾ എടുക്കും. സോ ദി ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി.
മൂവിങ് ടു ദി 75th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു മേക്കിംഗ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി വാസ് ചെയർഡ് ബൈ BR അംബേദ്കർ എന്നാണ് പറയുന്നത്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കമ്മിറ്റി അത് ചെയർ ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി വാസ് ചെയർഡ് ബൈ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നുണ്ട്. പ്രൊവിൻഷ്യൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർക്കേണ്ടത് അത് സർദാർ പട്ടേലായിരിക്കും. അപ്പോൾ സർദാർ പട്ടേലാണ് പ്രൊവിൻഷ്യൽ എന്ന് പറയുന്ന ഒരു SID വരുന്നത്, അയൺമാൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഇൻറ്റഗ്രേഷൻ ഓഫ് ദി ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യൻ യൂണിയൻ ഒക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ ലോജിക്കലി സർദാർ പട്ടേലാണ് വരേണ്ടത്, ജവഹർലാൽ നെഹ്റു അല്ല. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ആരാണ് ഹെഡ് ചെയ്തെന്നുള്ളതാണ്. ഇത് ഗസ് ചെയ്യാനൊക്കെ പാടാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് രാജേന്ദ്ര പ്രസാദ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, കറക്റ്റാണ്. ഇനി 2 തെറ്റാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ 3 എന്തായാലും ശരിയാണെന്ന് മനസ്സിലായി. ദെൻ യു ഹാവ് ടു ടേക്ക് എ കോൾ ബിറ്റ്വീൻ 1 A and C. പക്ഷേ ഇവിടെ നമുക്ക് ഗസ് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി BR അംബേദ്കർ വരുമ്പോൾ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയാണ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് തെറ്റാനും ആൻസർ തെറ്റാനും ഉള്ള ചാൻസ് വളരെ ഹൈ ആണ്. ദ ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ A. എന്നാലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിയും. ഇനി മൂവിങ് ഓൺ ടു ദി 76th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് എൻകംപാസസ് ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ ഏതൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ്? റിജിഡിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് റിജിഡിറ്റി ഉണ്ട്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, ആ സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അമെൻഡ് ചെയ്യണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ഒക്കെ വേണം. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, കാരണം കംപ്ലീറ്റ്ലി അമെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു സംഭവമല്ല, ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അമെൻഡ് ചെയ്യാം. എന്നാൽ കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിൾ ആണ്. തോന്നിയ പോലെ ഒരു സിമ്പിൾ അമെൻമെൻറ്റ് വഴി പ്രൊവിഷൻസ് ഒന്നും അങ്ങനെ മെജോറിറ്റി ഓഫ് ദ പ്രൊവിഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇനി ഫെഡറൽ സിസ്റ്റം വിത്തൗട്ട് യൂണിറ്ററി ബയസ്, ഇത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു യൂണിറ്ററി ബയസ് ഉള്ള ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യക്കുള്ളത്. എപ്പോഴും യൂണിയനെ ഫേവർ ചെയ്യുന്ന ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യയുടേത് എന്ന് പറയുന്നത്. ഒരു ട്രൂ ഫെഡറൽ നേച്ചർ അല്ല, നമ്മളൊരു ക്വാസി ഫെഡറൽ നേഷനാണ്. ക്വാസി ഫെഡറൽ, ട്രൂ ഫെഡറൽ അല്ല. ട്രൂ ഫെഡറൽ ഒക്കെ USA ആണ്. ഇന്ത്യ ക്വാസി ഫെഡറലാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ശരിയാണ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണെന്ന് പറയുന്നുണ്ട്. പാർലമെന്ററി സോവറിറ്റി ഓവർ ജുഡീഷ്യൽ സുപ്രമസി ഇല്ല. പാർലമെന്ററി സോവറിറ്റി നമുക്ക് ശരിക്കും കാണാൻ കഴിയുന്നത് UK-ലാണ്. കാരണം UK-യിൽ പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ജുഡീഷ്യറിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇനി ജുഡീഷ്യൽ സുപ്രീമസി ഇല്ല ഇന്ത്യയിൽ. കാരണം ജുഡീഷ്യൽ സുപ്രീമസി നമുക്ക് കാണാൻ കഴിയുന്നത് USA-ലാണ്. അവിടെ ജുഡീഷ്യറിക്ക് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന പ്രൊവിഷൻ യൂസ് ചെയ്തുകൊണ്ട് പാർലമെന്ററി ലെജിസ്ലേഷൻസും കാര്യങ്ങളും എക്സിക്യൂട്ടീവ് ആക്ഷൻസും ഒക്കെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഇന്ത്യയിൽ നമ്മൾ ഇതിൻ്റെ ഒരു ബ്ലെൻഡാണ് ശരിക്കും ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഇതിൽ 4 പോയി കഴിഞ്ഞാൽ ബോക്സ് ആണ് വരിക. ബോക്സ് ആണ് വരിക. കാരണം ഇതിൻ്റെ ഒരു സിന്തസിസ് ആണ് ഇന്ത്യയിൽ കാണുന്നതെന്ന് പറയേണ്ടി വരും. ഇനി 77th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ സെക്യുലറിസം. കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം ദ സ്റ്റേറ്റ്. ഇതൊരു വെസ്റ്റേൺ മോഡൽ ഓഫ് സെക്യുലറിസം ആണ്. എസ്പെഷ്യലി ഫ്രാൻസിലൊക്കെ നമ്മൾ കാണുന്നത് സ്റ്റേറ്റ് ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒന്നും ഇടപെടില്ല. അവർക്ക് തോന്നിയ പോലെ ആകാം. അവിടെ ഒരു ഇക്വാലിറ്റി റൈറ്റ്സ് ഒന്നും കൊണ്ടുവരാൻ സ്റ്റേറ്റ് ശ്രമിക്കില്ല. അപ്പോൾ കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം സ്റ്റേറ്റ് നമുക്ക് ഇന്ത്യൻ സെക്യുലറിസത്തിൽ കാണാൻ പറ്റില്ല. നമ്മുടെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് ആവശ്യം അവിടെയൊക്കെ സ്റ്റേറ്റ് ഇൻ്റർഫിയർ ചെയ്യും. സ്റ്റേറ്റ് ഡസ് നോട്ട് ഒഫീഷ്യലി പ്രൊമോട്ട് വൺ റിലീജിയൻ. അത് ശരിയാണ്. സെക്യുലറിസം എന്ന് പറയുന്നതിന് ആ ഒരു ആശയമുണ്ട്. സ്റ്റേറ്റ് മേ ഇൻ്റർവീൻ ഇൻ റിലീജിയൻ ബേസ്ഡ് പേഴ്സണൽ ലോസ്. എവിടെയൊക്കെയാണോ പ്രശ്നങ്ങളുള്ളത് അവിടെ സ്റ്റേറ്റ് വേണമെങ്കിൽ ഇടപെടാം. ഫോർ എക്സാമ്പിൾ ഹിന്ദു മാരേജ് ആക്റ്റോ, ശരീഅത്ത് ആക്റ്റോ, അതുപോലെ തന്നെ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട്, ട്രിപ്പിൾ തലാഖ് ബാൻ ചെയ്ത ആക്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. മൂവിങ് ഓൺ ടു ദി 78th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ഇസ് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞു, പ്രിയാമ്പിൾ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കണം. സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗം
പ്രിയാമ്പിൾ ജസ്റ്റിസ് പറയുമ്പോൾ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദ എക്സ്പ്രഷൻ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ വാസ് ആഡഡ് ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്നാണ് പറയുന്നത്. ഇൻറ്റഗ്രിറ്റി, സോഷ്യലിസം, സെക്യുലർ, ഈ ഭാഗങ്ങളാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആഡ് ചെയ്തത്. അവിടെ യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം ഇല്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. ലിബർട്ടി ഓഫ് വർഷിപ്പ് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രിയാമ്പിളിൽ ലിബർട്ടി ഓഫ് വർഷിപ്പ് എന്ന് പറയുന്ന ഭാഗം പറയുന്നുണ്ട്. ശരിക്കും ലിബർട്ടി ഓഫ് റിലീജിയൻ എന്ന് മെൻഷൻ ചെയ്യുന്നില്ല, വർഷിപ്പ് ശരിക്കും പറയുന്നുണ്ട്. അപ്പോൾ 1ഉം 3ഉം കറക്റ്റ് ആണ്. ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. മൂവിങ് ഓൺ ടു ദി 79th question. The sovereignty of a country will be affected when? പരമാധികാരം affected ആവുന്ന എപ്പോഴാണ്? It centralizes power from the federal units into the union government. അപ്പോഴൊന്നും പരമാധികാരം affected ആവില്ല. The people in the judicial offices are unelected. ജുഡീഷ്യൽ ഓഫീസേഴ്സ് എലക്ഷനുമായിട്ടൊന്നും കണക്ഷൻ ഇല്ല. ദർ ഇസ് നോ സ്ട്രിക്ട് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ്. അത് സെക്യുലറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റർഫറൻസ് ഇൻ ഇന്റേണൽ മാറ്റേഴ്സ് ഓഫ് എ കൺട്രി ബൈ എ നെയ്ബറിംഗ് കൺട്രി. അങ്ങനെ ഇന്റർഫറൻസ് നടക്കുമ്പോഴാണ് സോവറിനിറ്റി ഓർ പരമാധികാരം അഫക്റ്റഡ് ആകുന്നത്. 80th question. Consider the following statement. No person shall be compelled to pay any taxes for the promotion of a particular religion. ഇങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വിച്ച് ഓഫ് ദി എബവ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ ദ സെക്യുലർ ക്യാരക്ടർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്? ഇതിൽ ഏതൊക്കെയാണ് സെക്യുലർ ക്യാരക്ടർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റിനെ എൻഷുർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയാണ്. പേഴ്സൺസ് കനോട്ട് ബി കമ്പൽഡ് ടു പേ എനി ടാക്സസ് ഫോർ ദി പ്രൊമോഷൻ. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സിറ്റിസൺ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. ശരിയല്ലേ? ശരിക്കും ഇക്വാലിറ്റി ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഭാഗം അവിടെ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സെക്യുലർ ക്യാരക്ടറിനെയാണ് ശരിക്കും തുറന്നു കാട്ടുന്നത്. നോ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റേറ്റ്. ഇതും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ശരിക്കും നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സെക്യുലർ ക്യാരക്ടറിനെ തുറന്നു കാട്ടുന്നതാണ്. മൂവിങ് ഓൺ ടു ദി 81st question. Which of the following terms were added to the preamble through 42nd Constitutional Amendment Act? ഇത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് UPSC ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിലും പറഞ്ഞു. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി, ഇതാണ് 42nd Constitutional Amendment Act ആഡ് ചെയ്തത്. ഇതൊന്നും പഠിക്കാതെ പോയിട്ട് അവിടെ പോയിരുന്ന് ഗണിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈസി അല്ല. certain basic facts പഠിക്കാതെ you can't get through it. ഇനി 82nd question. Which among the following does not find mention in the preamble of the Indian Constitution? Indian Constitutionൽ പറയാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? Does not find mention. Equality of opportunity. ഓപ്പർച്യൂണിറ്റിയിൽ ഇക്വാലിറ്റി വേണം എന്ന് ശരിക്കും പറയുന്നുണ്ട്. ലിബർട്ടി ഓഫ് റിലീജിയൻ, ഞാൻ പറഞ്ഞു നേരത്തെ, റിലീജിയൻ എന്ന് പറയുന്ന ഒരു ലിബർട്ടി ഒന്നും അവിടെ പറയുന്നില്ല. പൊളിറ്റിക്കൽ ജസ്റ്റിസ് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസിൻ്റെ കാര്യം പറഞ്ഞു. ലിബർട്ടി ഓഫ് വർഷിപ്പ് പറയുന്നുണ്ട്. 1, 2, 1, 3 and 4. 1, 3 and 4 ഉണ്ട്. ഡസ് നോട്ട് ഫൈൻഡ് മെൻഷൻ എന്ന് പറയുമ്പോൾ ബോക്സ് ആണ് കറക്റ്റ് ആൻസർ. Moving on to the 83rd question. Consider the following statement regarding Uniform Civil Code. Part 4 of the Constitution deals with Uniform Civil Code. Article 44ലാണ് ഡിസ്കസ് ചെയ്യുന്നത്. Uniform Civil Code deals with marriage, divorce, maintenance, inheritance, adoption, succession. ഇതൊക്കെ കറക്റ്റാണ്. കാരണം യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഭാഗം ശരിക്കും പേഴ്സണൽ ലോസിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത് മാരേജ്, ഡിവോഴ്സ്, മെയിൻ്റനൻസ്, ഇൻഹെറിറ്റൻസിൽ, അഡോപ്ഷൻ, സക്സഷനിലൊക്കെ വരുന്നതാണ്. ഇനി ഗോവ ഈസ് ദി ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഹാവ് സം ഫോം ഓഫ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം ഗോവയിൽ ഫോളോ ചെയ്യുന്നത് പോർച്ചുഗീസ് കോഡാണ്. പോർച്ചുഗീസ് കോഡാണ്. അവിടെ ഒരു പരിധി വരെ യൂണിഫോം സിവിൽ കോഡുമായി സിമിലർ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഗോവൻ സിവിൽ കോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. 1, 2, 3 കറക്റ്റാണ്. ഓപ്ഷൻ ഡി, ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. മൂവിങ് ഓൺ ടു ദി 84th question. 84th question പറയുന്നത്
Consider the following statements regarding union territories. At present, India have 9 union territories, out of which 2 have legislative assemblies എന്നാണ് പറയുന്നത്. ഇതിൽ 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അതുപോലെ തന്നെ 2 പേർക്കല്ല യൂണിയൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളത്. അപ്പോൾ അത് റോങ് ആണ്. നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഓഫ് ഡൽഹി ഇസ് ഓൺലി യൂണിയൻ ടെറിട്ടറി ഹാവിംഗ് എ സെപ്പറേറ്റ് ഹൈക്കോർട്ട് എന്ന് പറയുന്നുണ്ട്. ശരിക്കും അതല്ല. ജമ്മു ആൻഡ് കാശ്മീർ ഓൾസോ ഹാവ് എ ഹൈക്കോർട്ട്. ബാക്കിയുള്ള പുതുച്ചേരിക്കൊക്കെ ഒരു കോമൺ ഹൈക്കോർട്ടാണുള്ളത്. ദേ ഷെയർ ഇറ്റ് വിത്ത് തമിഴ്നാടു. സോ 2 തെറ്റാണ്. യൂണിയൻ territories have no separate representation Rajya except for Delhi, Jammu and Kashmir and Puducherry. ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആണ്. സോ ദി ആൻസർ ഇസ് എ. 84 ആൻസർ ഇസ് എ. ഇനി മൂവിങ് ഓൺ ടു ദി 85th question. An Indian state can be designated as a union territory through which of the following? ഏത് രീതിയിലാണ് ഒരു ഇന്ത്യൻ സ്റ്റേറ്റിനെ ഒരു യൂണിയൻ ടെറിട്ടറിയായി ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്രൂ എ ലോ എനാക്റ്റഡ് ബൈ ദി പാർലമെൻറ്റ്. പാർലമെൻറ്റ് എനാക്ട് ചെയ്യുന്ന ഒരു നിയമം വെച്ചിട്ടാണ് നമ്മൾ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ഡെസിഗ്നേഷൻ കൊടുക്കുന്നത്. എസ്പെഷ്യലി ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഫോർമേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഓർത്താൽ മതി. 86th question ആണ് നെക്സ്റ്റ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് regarding union territories. Ministry of Home Affairs is the nodal ministry of all matters of union territories relating to legislation, finance, appointment, administration. Nodal ministry എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് തന്നെയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് യൂണിയൻ ടെറിട്ടറീസിൻ്റെ നോഡൽ മിനിസ്ട്രി. ഇനി എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആൻഡ് പോണ്ടിച്ചേരി ആർ പാർട്ട് ഓഫ് ഇലക്ടറൽ കൊളാജ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇലക്ടറൽ കൊളാജിൻ്റെ ഭാഗമാണ്. നോമിനേറ്റഡ് മെമ്പേഴ്സ് അല്ല. സോ ദി ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി. ബോത്ത് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. മൂവിങ് ഓൺ ടു ദി 87th question. Consider the following statements regarding certiorari. Certiorari is preventive in nature unlike the writ of prohibition. നമ്മൾ മനസ്സിലാക്കേണ്ടത് certiorari is preventive and prohibition എന്ന് പറയുന്നത് ഈസ് ഓൾസോ ഒരു പ്രിവെൻറ്റീവ് നേച്ചറിലുള്ള ഒരു സംഭവമാണ്. സെർഷ്യോററിക്ക് പക്ഷെ 2 നേച്ചറും വരുന്നുണ്ട്. അത് പ്രൊഹിബിഷനെ പോലെ പ്രിവെൻറ്റീവുമാണ്, ബട്ട് ഓൾസോ ഇറ്റ് ഈസ് ക്യൂറേറ്റീവ്. അത് ക്യൂറേറ്റീവുമാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് അൺലൈക്ക് ക്യൂറേറ്റീവ്, അൺലൈക്ക് പ്രിവെൻറ്റീവ്, സിമിലർ ടു പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി പ്രിവെൻറ്റീവ് ആൻഡ് സെർഷ്യോററി ഈസ് ഓൾസോ പ്രിവെൻറ്റീവ്, ബട്ട് സെർഷ്യോററി ഈസ് ഓൾസോ ക്യൂറേറ്റീവ്. പ്രിവെൻറ്റീവും ക്യൂറേറ്റീവുമാണ്. ഇനി ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ എ ഹൈക്കോർട്ട് ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് കേസ് വിച്ച് ഈസ് പെൻഡിങ് ഇൻ ദ ലോവർ കോർട്ട്സ് ഓർ ദ ഓർഡർ ഗിവൺ ബൈ ദ ലോവർ കോർട്ട് ഇൻ കേസ് ഇറ്റ് നീഡ്സ് ടു ബി ക്വാഷ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഹൈക്കോർട്ടിന് ഈ സെർഷ്യോററി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെർഷ്യോററി ക്യാൻ ബി യൂസ്ഡ് ഇൻ കേസ് വേർ ദി കേസ് ഇസ് പെൻഡിങ് ബിഫോർ എ ലോവർ കോർട്ട് ഓർ ആ ഒരു ജഡ്ജ്മെൻറ്റിനെ ക്വാഷ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടെങ്കിലും റിട്ട് ഓഫ് സെർഷ്യോററി യൂസ് ചെയ്യാൻ പറ്റും. ശരിയാണ്. റിട്ട് ഓഫ് സെർഷ്യോററി ഈസ് എക്സ്റ്റെൻഡഡ് ടു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസ് ആസ് വെൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സെർഷ്യോററി എന്ന് പറയുന്ന ഭാഗം അത് ട്രൈബ്യൂണൽസിനും ലോവർ കോർട്ട്സിനും എല്ലാത്തിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ 2ഉം 3ഉം ശരിയാണ്. സോ ദ ആൻസർ ഇസ് ബോക്സ്. 88th question. Regarding public interest litigation, which of the following statements is or are correct? It is a constitutional mechanism for improving access to justice. ശരിയാണ്. ആക്സസ് ടു ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഭാഗം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊണ്ടുവരുന്നുണ്ട്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആക്സസ് ടു ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്നാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം. അത് കോർട്ടിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വഴിയാണ് നമുക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് അലൗസ് എനി ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ ടു ഫയൽ എ PIL in High Court or Supreme Court on behalf of those whose rights are being violated. This is the definition of PIL. PIL എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനാണ് സ്റ്റേറ്റ്മെന്റ് 2 തന്നിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 3, എ PIL ക്യാൻ ബി ഫയൽഡ് only by appearing in person before the High Court or Supreme Court. PIL ഫയൽ ചെയ്യണമെങ്കിൽ ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ ഇൻ പേഴ്സൺ ഹാജരാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് നോട്ട് ലോജിക്കൽ. വേറൊരാൾക്ക് വേണ്ടി കേസ്, ഫോർ എക്സാമ്പിൾ ലോക്കസ് സ്റ്റാൻഡൈ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്.
ഇത് നിയമത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ലോക്കസ് സ്റ്റാൻഡേ എന്ന് പറഞ്ഞാൽ ആരുടെ എഗൻസ്റ്റ് ആണോ റൈറ്റ്, ആരുടെ എഗൻസ്റ്റ് ആണോ അക്രമം നടന്നത്, ആരുടെ റൈറ്റ് ആണോ നഷ്ടപ്പെട്ടത്, അയാളാണ് കോടതിയിൽ ഹാജരാകേണ്ടത് എന്നാണ് ലോക്കസ് സ്റ്റാൻഡേ പറയുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഇത് എക്സ്ക്യൂസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ, മറ്റൊരാൾക്ക് വേണ്ടി വേറൊരാൾക്ക് ഹാജരാകാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഫിസിക്കൽ പ്രസൻസ് എങ്ങനെയാണ് ആവശ്യപ്പെടാൻ കഴിയുക? സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്റ്റേറ്റ്മെൻറ്റ് 3 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. സോ ഓൺലി വൺ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്, ദാറ്റ് ഇസ് ബോക്സ്. 88th ആൻസർ ഇസ് ബോക്സ്. Moving on to the 89th question. Question പറയുന്നത് കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്. വിച്ച് among the following are the manifestations of democratic character of the Indian polity? ഇതിൽ ഏതൊക്കെയാണ് ഇന്ത്യൻ പൊളിറ്റിയുടെ ഡെമോക്രാറ്റിക് ക്യാരക്ടറിനെ പുറത്തേക്ക് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ശരിയാണ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ജുഡീഷ്യറിയുടെ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് ഫീച്ചറിനെയൊക്കെ കാണിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. ശരിക്കും കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ചില പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഓർ അഫിർമേഷൻസ്. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻസ് ഓർ അഫിർമേഷൻസ്. ഫോർ എക്സാമ്പിൾ 15 ആർട്ടിക്കിൾ 15 റൈറ്റ് അഗൻസ്റ്റ് ഡിസ്ക്രിമിനേഷനിൽ വുമൺ, ചിൽഡ്രൻ, അതുപോലെ തന്നെ വീക്കർ സെക്ഷൻസിന് വേണ്ടി നമുക്ക് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇസ് നോട്ട് ദെയർ. ഫ്രീ ആൻഡ് പീരിയോഡിക് ഇലക്ഷൻസ് ശരിയാണ്. അപ്പോൾ 1ഉം 4ഉം എന്തായാലും ശരിയാണ്. അപ്പോൾ 1ഉം 4ഉം ഇല്ലാത്ത ഓപ്ഷൻ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ 2 എണ്ണം പോയി. പിന്നെ ഉള്ളത് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്തായാലും വരുന്നില്ല. ചെറിയൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. സോ ദ ആൻസർ ഇസ് 89. സി ആണ് കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദി 90th question. The term territory of India comprises of. Territory of India എന്ന് പറയുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ടെറിട്ടറി ആയി കൺസിഡർ ചെയ്യാൻ കഴിയുന്നത്? Territories of the state, union territories specified in the first schedule. ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്ന യൂണിയൻ ടെറിട്ടറീസ് ദാറ്റ് മേ ബി അക്വയർഡ് ഇൻ ദി ഫ്യൂച്ചറിൽ ഇന്ത്യ അക്വയർ ചെയ്യാനുള്ള ചാൻസ് ഉള്ള സ്ഥലങ്ങളും ടെറിട്ടറി എന്ന ഡെഫിനിഷനിൽ വരും. സോ 90th question ആൻസർ ഇസ് ഡോഗ്. Moving on to the 91st question. According to Dr. B.R. Ambedkar, what does social democracy mean? സോഷ്യൽ ഡെമോക്രസി കൊണ്ട് B.R. അംബേദ്കർ ഉദ്ദേശിച്ചത് സോഷ്യൽ എന്ന് പറയുന്ന ആസ്പെക്റ്റ്. ആ സോഷ്യൽ എന്ന് പറയുന്ന ആസ്പെക്റ്റ് വെച്ച് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഇക്വാലിറ്റി ഇൻ സോഷ്യൽ ലൈഫ്, അല്ലേ? അപ്പം സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന അർത്ഥം, സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും ഇത് NCERT-യിലൊക്കെയാണ് ഈ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ശരിക്കും സോഷ്യൽ ഡെമോക്രസി ആയി കണക്കാക്കുന്നത് ഇക്വാലിറ്റി ഇൻ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. സമത്വം, സോഷ്യൽ ലൈഫിൽ ഒരു സമത്വം എൻഷുർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സോഷ്യൽ ഡെമോക്രസി. കാരണം എന്താണ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന ഭാഗം ആ ഒരു ഇക്വാലിറ്റി ഇൻ സോഷ്യൽ ലൈഫ് തന്നെയാണ്. ഇനി മൂവിങ് ഓൺ ടു 92nd question. Consider the following statements regarding preamble. It is non-justiciable in nature. ശരിയാണ്. പ്രിയാമ്പിൾ ജസ്റ്റിസയബിൾ അല്ല. അതായത് പ്രിയാമ്പിളിൽ ഒരു കാര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് കോടതി പോകാൻ പറ്റില്ല. ഇറ്റ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് പവർ ടു ദി ലെജിസ്ലേച്ചർ ടു ദി ആൻഡ് ദി എക്സിക്യൂട്ടീവ്. സോഴ്സ് ഓഫ് പവർ ഒന്നുമല്ല. പ്രിയാമ്പിൾ ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് പവർ. റാദർ ഇറ്റ് ഈസ് ആക്ച്വലി ഗിവിങ് യു സർട്ടൻ ഒരു ഗൈഡ് ലൈൻസ് പോലെയാണ് പ്രിയാമ്പിൾ, അല്ലെങ്കിൽ ഒരു ഗൈഡ് പോലെയാണ് പ്രിയാമ്പിൾ ആക്ട് ചെയ്യുക. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ പ്രിയാമ്പിളുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ ഡയമെൻഷൻസ് ക്ലിയർ ആവുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 3 പറയുന്നത് പ്രിയാമ്പിൾ ഹാസ് ബീൻ അമെൻഡഡ് ഓൺലി വൺസ് ബൈ ദി 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതാണ് നമ്മൾ
സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 2 തെറ്റാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആൻസറിൽ എത്തുന്നുണ്ട്. ആൻസർ ഇസ് സി. Moving on to the 94th question. A citizen concerned about the public welfare submitted a writ petition requesting a mandamus to force the government to enact legislation addressing the harmful impacts of climate change. In the given situation, which of the following is true? ഒരു സിറ്റിസൺ പബ്ലിക് വെൽഫെയർ ഉദ്ദേശിച്ചുകൊണ്ട് മൻഡാമസ് ആവശ്യപ്പെട്ടു. ഹാംഫുൾ ഇംപാക്ട്സ് ഓഫ് ദി ലെജിസ്ലേഷനെ ഹാംഫുൾ ഇംപാക്ട് ഓഫ് ദി ക്ലൈമറ്റ് ചേഞ്ചിനെ എഫക്ട് ചെയ്യാൻ വേണ്ടി ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് മൻഡാമസ് റിക്വസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൻഡാമസ് എന്ന് പറയുന്നത് കനോട്ട് ബി ഗ്രാൻഡഡ് ആസ് നോ ലീഗൽ ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ഓൺ ദി ഗവൺമെൻറ് to pass a law to curb the illegal effects of climate change. For example, mandamus എന്ന് പറയുമ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലീഗൽ ഡ്യൂട്ടീസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, മൻഡാമസ് വഴി ഗവൺമെൻറ്റിൻ്റെ അടുത്തൊരു പുതിയ ലെജിസ്ലേഷൻ കൊണ്ടുവരണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ എ കോർട്ട് ആസ്കിങ് ദി പബ്ലിക് അതോറിറ്റി ടു പെർഫോം ദി പബ്ലിക് ഡ്യൂട്ടി. ഒരു പബ്ലിക് അതോറിറ്റിയുടെ അടുത്ത് അവരുടെ പബ്ലിക് ഡ്യൂട്ടി ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവരാൻ ലെജിസ്ലേച്ചറിനോട് പറയുന്നതിനെ മൻഡാമസുമായി നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല. സോ ദി ആൻസർ ഹിയർ ഇസ് ബോക്സ്. 94th question. Which of the following statement is correct regarding fundamental right to life under the Constitution of India? Constitution of India നോക്കുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഏതാണ് ശരി? ഇറ്റ് ഇമ്പോസസ് എ കറസ്പോണ്ടിങ് ഡ്യൂട്ടി ഓൺ ഹ്യൂമൻ ബീയിങ്സ് ടു സേഫ് ഗാർഡ് ആൻഡ് കൺസേർവ് നോൺ ഹ്യൂമൻസ്. ഇറ്റ് ഇമ്പോസസ് എ കറസ്പോണ്ടിങ് ഡ്യൂട്ടി ഓൺ നോൺ ഹ്യൂമൻസ് ടു സേഫ് ഗാർഡ് ദി റൈറ്റ് ടു ലൈഫ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. സി, ഈ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ശരിക്കും നമ്മളോട് പറയുന്നത്, ആക്ച്വലി അത് നമ്മളോട് പറയുന്നത് ദി ഹ്യൂമൻ ബീയിങ്സ് ഹാവ് എ റൈറ്റ്, കറസ്പോണ്ടിങ് റൈറ്റ് ടു കൺസേർവ് നോൺ ഹ്യൂമൻ ലൈഫ് എന്നുള്ളതാണ്. ഇറ്റ് ഇമ്പോസസ് എ കറസ്പോണ്ടിങ് ഡ്യൂട്ടി ഓൺ ദി ഹ്യൂമൻ ബീയിങ്സ് ടു കൺസേർവ് നോൺ ഹ്യൂമൻസ് എന്ന് പറയുന്ന ഐഡിയ ആണ് ശരിക്കും നമുക്ക് എന്താണ് റൈറ്റ് ടു ലൈഫിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇമ്പോസസ് എ കറസ്പോണ്ടിങ് ഡ്യൂട്ടി ഓൺ നോൺ ഹ്യൂമൻസ്. നോൺ ഹ്യൂമൻസ് എങ്ങനെയാണ് ഇതൊരു ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാൻ പറ്റുന്നത്? ഇനി സി പറയുന്നത് ഇറ്റ് എൻകമ്പോസസ് ദ റൈറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ടു യൂട്ടിലൈസ് നോൺ ഹ്യൂമൻ റിസോഴ്സസ് ടു ദർ മാക്സിമം ബെനിഫിറ്റ്. മാക്സിമം ബെനിഫിറ്റിലെല്ലാം യൂസ് ചെയ്യാന്നുള്ളതാണോ പറയുന്നത്? അല്ല. ഇറ്റ് എൻകമ്പോസസ് ദ റൈറ്റ് ഓഫ് നോൺ ഹ്യൂമൻസ് ടു യൂട്ടിലൈസ് ഹ്യൂമൻ റിസോഴ്സസ് ടു ദർ മാക്സിമം ബെനിഫിറ്റ്. ഇതെന്ത് ഒട്ടും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. നോൺ ഹ്യൂമൻസിന് റൈറ്റ് കൊടുക്കുന്നു ഹ്യൂമൻ ബീങ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ? അതൊരിക്കലും വരില്ല. സോ ബിയും സിയും ഡിയും എലിമിനേറ്റ് ചെയ്ത് നമുക്ക് പറയാം ഒരു കറസ്പോണ്ടിങ് ഡ്യൂട്ടി ഓൺ ഹ്യൂമൻ ബീങ്സ് ടു സേഫ് ഗാർഡ് നോൺ ഹ്യൂമൻസ് എന്നുള്ളതാണെന്ന് പറയാം. മൂവിങ് ഓൺ ടു ദി 95th question. In handling online defamation cases, how does the Indian legal system strike a balance between right to freedom of expression and right to reputation? റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും റൈറ്റ് ടു റെപ്യൂട്ടേഷനും എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഔട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ബൈ ഫേവറിങ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഓവർ റെപ്യൂട്ടേഷൻ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് ഇമ്പോർട്ടൻസ് കൊടുക്കും ഓൺലൈൻ ഡിഫമേഷൻ കേസിൽ. ബൈ ഫേവറിങ് റെപ്യൂട്ടേഷൻ ഓവർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, റെപ്യൂട്ടേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ബൈ കെയർഫുള്ളി എക്സാമിനിങ് ദി കണ്ടന്റ് കോണ്ടെക്സ്റ്റ് ഇൻറ്റൻറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ലോജിക്കലി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അല്ലേ? ഒന്നിനൊന്നിന് പ്രിഡോമിനൻസ് കൊടുക്കുന്നതിനേക്കാളും എവിടെയാണ് ഇത് പ്രശ്നം വന്നിട്ടുള്ളത് എന്ന് അനലൈസ് ചെയ്ത് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. ബൈ അബ്സോൾവിങ് ഇൻ്റർമീഡിയറീസ് ഓഫ് ദെയർ റെസ്പോൺസിബിലിറ്റീസ്, അതായത് സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയറീസോ മറ്റുള്ളവർക്കും അവിടെ റെസ്പോൺസിബിലിറ്റി അങ്ങ് എടുത്ത് കളയുക. അതൊന്നും ഒബ്സലേറ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. സോ ദി ആൻസർ ഹിയർ ഇസ് 95C. മൂവിങ് ഓൺ ടു ദി 96th question. With reference to digital personal data protection law, if personal data is characterized as any information regarding an identifiable individual within or in connection to such data, which of the following would be categorized as personal data with respect to privacy under Article 21? Article 21-ൽ
പ്രൈവസിയുടെ അടിയിൽ എന്തൊക്കെ വരും? അപ്പോൾ പ്രൈവസി എന്ന് പറയുന്നത് ഒരാളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഡേറ്റ സെറ്റ്സിനെയാണ് നമ്മൾ പ്രൈവസി ഡേറ്റ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന നെയിം ഓഫ് ദ പേഴ്സൺ, റെസിഡൻഷ്യൽ അഡ്രസ്, ആധാർ, ഇതൊക്കെ ആ വ്യക്തി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ടു ലൈഫിൻ്റെ റൈറ്റ് ടു പ്രൈവസി എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൻ്റെ അടിയിൽ ഈ കാര്യങ്ങളൊക്കെയും വരുമെന്ന് നമുക്ക് പറയാം. സോ 96 ആൻസർ ഇസ് ഡോഗ്. 97th question. The power to prescribe residence as a criteria for public employment is given in. പബ്ലിക് എംപ്ലോയ്മെൻറ്റിന് റെസിഡൻസ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അവകാശം ഇറ്റ് ഈസ് ഗിവൺ ടു ദി പാർലമെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ടു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും പാർലമെൻറ്റുമാണ് നമ്മളിവിടെ കൺഫ്യൂസ്ഡ് ആവുക. ശരിക്കും ഇറ്റ് ഈസ് ദി പാർലമെൻറ്റ് ദാറ്റ് ഈസ് ആക്ച്വലി ഗിവൺ ദി അതോറിറ്റി ടു പ്രിസ്ക്രൈബ് റെസിഡൻസ് ആസ് എ കണ്ടീഷൻ ഫോർ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. ഇത് ഗസ് ചെയ്യാൻ നമുക്ക് പറ്റുമായിരിക്കും, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം ഒരു ഫാക്ട് അറിയേണ്ടി വരും ഇവിടെ. എന്താണ് ആ ഫാക്ട്? വിത്ത് റെസ്പെക്ട് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിന് ലെജിസ്ലേഷൻ കൊണ്ടുവരാനുള്ള അവകാശം പാർലമെൻറ്റിനാണ് ആർട്ടിക്കിൾ 35 പ്രകാരം. അത് വെച്ച് ആ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഗസ് ചെയ്യാൻ പറ്റൂ. സോ ആൻസർ ഇസ് ബോക്സ്. 98th question. Which of the following acts paved for the establishment of സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ? ഇതിലേത് നിയമമാണ് സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ സി ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919, മൊണ്ടാഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നൊക്കെ പറഞ്ഞ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഒരു സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു ഈ ഭാഗം സ്കിപ്പ് ചെയ്യരുത്, നോട്ട് വല്ലതും ഉണ്ടാക്കി അത് പഠിക്കണം. ഇനി preamble to the Indian Constitution is based on which of the following? നമുക്കറിയാം, it is from the objective resolution moved by Jawaharlal Nehru. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മൂവ് ചെയ്ത ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യമാണ് ശരിക്കും നമുക്ക് പ്രിയാമ്പിൾ എന്ന് പറയുന്നതിൻ്റെ ഒരു ഐഡിയ ആയി വന്നിട്ടുള്ളത്. സോ ദ ആൻസർ ഇസ് സി. ഇറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ഓഗസ്റ്റ് ഡിക്ലറേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഇതിലൊന്നുമില്ല. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറഞ്ഞു DPSPയുമായി കണക്റ്റഡ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദി 100th question. With reference to the writ of mandamus, which of the following statement is incorrect? Writ of mandamus may be issued in favor of a person who established the existence of a legal right. May be issued in favor of a person who establishes the existence of a legal right. ലീഗൽ റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മണ്ടാമസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. Writ of mandamus may be issued against a person or authority who has a mandatory duty to perform but has failed or has neglected to do so. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അവനവൻ്റെ ഡ്യൂട്ടി ചെയ്യാത്ത ഒരാളെടുത്ത് ഡ്യൂട്ടി ചെയ്യാൻ പറയുന്നതാണ് ശരിക്കും മണ്ടാമസ്. റൈറ്റ് ഓഫ് മണ്ടാമസ് ഈസ് പർപ്പോർട്ടഡ് ടു പ്രിവെൻറ്റ് ഡിസോർഡർ എമിനേറ്റിംഗ് ഫ്രം ഫെയിലിയർ ഓഫ് ജസ്റ്റിസ്. ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ മണ്ടാമസ് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള അർത്ഥത്തിലാണ് സ്റ്റേറ്റ്മെൻറ്റ് സി പറഞ്ഞിട്ടുള്ളത്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഡി. റിട്ട് ഓഫ് മണ്ടാമസ് മേ ബി റിക്വസ്റ്റഡ് ടു ബി ഇഷ്യൂഡ് ടു കമ്പൽ പെർഫോമൻസ് ഓഫ് പ്രൈവറ്റ് ഡ്യൂട്ടീസ് വിച്ച് മേ ബി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിനിസ്റ്റീരിയൽ ഇൻ നേച്ചർ. പ്രൈവറ്റ് ഡ്യൂട്ടീസ് ഒരിക്കലും മണ്ടാമസിൻ്റെ അടിയിൽ വരില്ല. റാദർ ഇറ്റ് കവേഴ്സ് ദി ലീഗൽ ആയിട്ടുള്ള ഡ്യൂട്ടീസാണ് മണ്ടാമസ് കവർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ പിന്നെ ഇവിടെ ഒരു പ്രശ്നമേ അല്ല. റിട്ട് ഓഫ് മണ്ടാമസ് മേ ബി ഇഷ്യൂഡ് ഇൻ ഫേവർ ഓഫ് എ പേഴ്സൺ ഹു എസ്റ്റാബ്ലിഷസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ലീഗൽ റൈറ്റ്. ലീഗൽ റൈറ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഫേവർ ചെയ്യുന്ന രീതിയിൽ മണ്ടാമസ് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. ആ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പം എയും ബിയും സിയും കറക്റ്റാണ്. ഇവിടെ ഡി ആണ് തെറ്റ്. സോ ദ ആൻസർ ഇസ് ഡി. So that's regarding the Polity-1 paper. ഒരുവിധം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. ഓൺ ദി ടഫർ സൈഡ് അല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. മാനേജബിൾ പേപ്പറാണ്. സോ നിങ്ങളുടെ പേപ്പേഴ്സൊക്കെ നോക്കുക, ഹാവ് ആൻ അനാലിസിസ്, സിറ്റ് വിത്ത് യുവർ മെൻറ്റേഴ്സ് ആൻഡ് ഹാവ് എ ഡിസ്കഷൻ. So all the best for your IP prelims as well as the iPTS'24.